ശ്രദ്ധിക്കുക. അൻ ഇബ്നു മസ്ഊദിൻ ഖാല ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറഞ്ഞു, ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക, വളരെ ഗൗരവമുള്ള വിഷയമാണ്, ശ്രദ്ധിക്കുക. ഹബീബായ നബി പറഞ്ഞു, ഇന്നൻ നളറ സഹ്മും മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. ഇബ്ലീസ് വേട്ടക്കിറങ്ങും, രാവിലെ അമ്പും കൊണ്ട് വേട്ടക്കിറങ്ങുന്നു. അവന്റെ ഏറ്റവും വിഷമുള്ള അമ്പെന്ന് പറയുന്നത് നോട്ടമാകുന്നു. അപ്പൊ എപ്പോഴും ആണിനെയും പെണ്ണിനെയും കൂടെ പരസ്പരം അടുപ്പിക്കുകയും തമ്മാടിത്തരം ചെയ്യിപ്പിക്കുകയും ചെയ്യാൻ പ്രധാനമായി പിശാച് മാധ്യമമാക്കുന്നത് നോട്ടമാകുന്നു. ഇന്നൻ നളറ സഹ്മും മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. ഇബ്ലീസിന്റെ അമ്പുകളിൽപ്പെട്ട ഏറ്റവും വലിയ അമ്പ് നോട്ടമാണെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇമാം തബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് കുല്ലു ഐനിൻ ബാഖിയ ഇല്ലാ ഐനുൻ വല്ലത് അൻ മഹാരിമില്ലാഹ്. അല്ലാഹുവിന്റെ ഹറാമിനെ തൊട്ട് കാക്കുന്ന, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ കാക്കുന്ന കണ്ണുകളല്ലാത്ത കണ്ണുകളെല്ലാം അന്ത്യനാളിൽ കരഞ്ഞു പോകുമെന്ന് മുഹമ്മദ് നബി. ഞാൻ വിശദീകരിക്കണില്ല, വളരെ ചിന്തിക്കണം. അപ്പൊ പരസ്പരമുള്ള നോട്ടം വീടുകളിലും മറ്റൊക്കെ സന്ദർശകർ വരുമ്പോഴും ഇടപഴക്കത്തിലും തൊഴിലാളികൾ തമ്മിലൊക്കെ നോട്ടത്തിലൊക്കെ വളരെ ഗൗരവമുള്ള പാഠം ഇവിടെ ശറഅ് നൽകുന്നുണ്ട്. അത് ഗൗരവമുള്ള വിഷയമായി എല്ലാവരും മനസ്സിലാക്കേണ്ടതാവുന്നു. നഹാ റസൂലുള്ളാഹി അനിൻ നളരി ഇലൽ ഔറാത്തി. ശ്രദ്ധിക്കണേ, പുതിയൊരു വിഷയ പറയുന്നത്, ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി വിരോധിച്ചു ഔറത്തിലേക്ക് നോക്കുക. വലൗകാന മിൻ റജുലിൻ ഇലാ റജുലിൻ, അത് ഒരാണ് ആണിന്റെ ഔറത്തിലേക്ക് നോക്കിയാലും വേണ്ടില്ല. ഔ മിൻ ഇംറഅത്തിൻ ഇല ഇംറഅത്തിൻ, ഒരു പെണ്ണ് പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കിയാലും വേണ്ടില്ല. ബിശഹവത്തിൻ ഔ ബിഗൈരി ശഹവത്തിൻ, വികാരത്തോടുകൂടെയോ വികാരമില്ലാതെയോ എങ്ങനെയാലും വേണ്ടില്ല. ശ്രദ്ധിക്കണേ, നല്ലോണം മനസ്സിലാക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പെണ്ണിനെ മാത്രമല്ല നോക്കാൻ പാടില്ലാത്തത്, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ആൺകുട്ടികളെ നോക്കൽ, ഫിത്നയെ ഭയപ്പെടാത്ത സാഹചര്യത്തിൽ കറാത്തും ഫിത്നയെ ഭയപ്പെട്ടാൽ ഹറാമുമാവുന്നു. ശ്രദ്ധിക്കണം. എന്തൊക്കെ വൃത്തികെട്ട വാർത്തകളാ വന്നുകൊണ്ടിരിക്കുന്നത്, പറയാൻ വയ്യ. മലപ്പുറം ജില്ലയിലെ ഒരു അങ്ങാടിയെ കേന്ദ്രീകരിച്ച് 4-5 കൊല്ലം മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു. ആ വാർത്ത വീണ്ടും വന്നു ഈ കൊല്ലം. ഞാൻ വിശദീകരിക്കണില്ല, അതൊക്കെ പറഞ്ഞാൽ നോമ്പ് നോറ്റ് പറയാൻ പാടില്ല. വൃത്തികെട്ട ബഹുമാനപ്പെട്ട സയ്യിദുനാ ലൂത്ത് നബിയുടെ ജനതയെ അല്ലാഹു നശിപ്പിച്ചതുപോലെ സ്വവർഗരതികാരുടെ ആ പര്യവസാനം നരകമാണ്. അള്ളാഹു ഒരിക്കലും അവരെന്ന് പൊറുക്കുന്നു വിചാരിക്കണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഭയങ്കര പ്രശ്നം. ഈ ലോകത്തെ ഏറ്റവും കനത്ത ശിക്ഷിച്ചിട്ടുള്ളത് സ്വവർഗരതിക്കാരെ. ഇതൊക്കെ മനസ്സിലാവണുണ്ടോ? ശ്രദ്ധിക്കേ, നിങ്ങളിന്റെ കൂടെ വരണം, വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു തആല ഏറ്റവും കൂടുതൽ അള്ളാഹു തആല കനത്ത് ശിക്ഷിച്ചത് എങ്ങനെ? ആ നാട്ടുകാരെ മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ നാടിനെ അടിയിളക്കി അങ്ങോട്ട് കൊണ്ടുപോയി. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കോഴി കൂവിയാൽ ആകാശത്തേക്ക് കേൾക്കണ ദൂരം അത്ര കൊണ്ടുപോയി, നാട് പൊക്കി. പിന്നെ ഓറ്റമറിക്കൽ. ലോക ചരിത്രത്തിൽ ഏറ്റവും കനത്ത ശിക്ഷ വന്നത് സ്വവർഗരതിക്കാരാണ്. ചിന്തിക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉറക്കട് പറയാമീൻ പറയാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പരിധി ഉണ്ടായതുകൊണ്ട് ഞാനത് നിർത്തുകയാണെ നീട്ടി പറയണില്ല. പരിധി ഉണ്ടല്ലോ. നോക്ക്, 10 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ്, 15 വയസ്സ്, 20, ചിലപ്പോൾ 22 ഒക്കെ അതിൽ പെടാം. ഏതായാലും ചിലപ്പോൾ അതിൻ്റെ പരിധി വിടാതെയും അങ്ങനെ വരാം. ഒക്കെ ഞാൻ പറയാണ്, അത് ഏറ്റവും വൃത്തികെട്ട സംഗതിയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിശദീകരിക്കണതിൽ പരിധിയുണ്ട്. കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ആൺകുട്ടികളെ ഫിത്നയെ ഭയപ്പെടാതെ നോക്കൽ കറാത്തും, നോക്കിക്കൊണ്ടേയിരിക്കുക. കറാത്തും ഫിത്നയെ ഭയപ്പെടുമെങ്കിൽ ഹറാമുമാണ്. വളരെ ചിന്തിക്കണം. ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
അതാണ് ശരിക്ക് അതാണ്. മിന റജുലിൻ ഇലാ റജുലിൻ, ഒരാണിന്റെ ഔറത്തിലേക്ക് നോക്കുക. ഔ മിൻ ഇംറഅത്തിൻ ഇലാ ഇംറഅത്തിൻ, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ സൗന്ദര്യം ഒരു പെണ്ണാസ്വദിക്കുക. ബിശഹവത്തിൻ ഔ ബിഗൈരി ശഹവത്തിൻ, വികാരത്തോടുകൂടെയോ വികാരമില്ലാതെയോ. വലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുലി, ഒരാണിന്റെ ഔറത്തിലേക്ക് നോക്കരുത്. വലാ തൻദുരിൽ മർഅതു ഇലാ ഔറത്തിൽ മർഅതി വലാ യുഫ്ശരികി വലാ യുഫ്ളിർ റജുലു ഇലാ റജുലി ഫീ തൗബിൻ വാഹിദിൻ, ഒരാണും ഒരു പുതപ്പിൽ കിടക്കരുത്. സ്വഹീഹ് മുസ്ലിം. മനസ്സിലാക്കണം. വീട്ടുമര്യാദയെ പറയുന്നത് നല്ലോണം ചിന്തിക്കണം. വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലാ യുഫ്ളിർ റജുലു ഇലാ റജുലി ഫീ തൗബിൻ വാഹിദിൻ, ഒരാണും ഒരു പുറപ്പിൽ കിടക്കരുത്. വലൽ മർഅതു ഇലൽ മർഅതി ഫീ തൗബിൻ വാഹിദിൻ, ഒരു പെണ്ണും. കല്യാണമുള്ള സമയത്തൊക്കെ അത് വല്ലാതെ നടക്കും. ശ്രദ്ധിക്കണം. കല്യാണം ഉണ്ടാകുമ്പോൾ നായിട്ട് വരും. അപ്പൊ പിന്നെ എന്താവുന്നത്, ഇങ്ങനെ അടുക്കും. കല്യാണമൊക്കെ മിക്കവാറും ഇന്നത്തെ കല്യാണത്തിന്റെ കാര്യം വലിയ കുണ്ടിലേക്കാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പഴയ കാലത്തെ പകലായിരുന്നു കല്യാണം, എന്നിട്ട് അതിനെ കൊണ്ട് ശല്യായി. അങ്ങനെ കല്യാണം അല്ല, പഴയ കാലത്ത് രാത്രിയായിരുന്നു കല്യാണം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ രാത്രിയാണ് കല്യാണം. ഞാൻ 1-2 കല്യാണത്തിലൊക്കെ അങ്ങനെ കൂടിയ ഓർമ്മ എനിക്കുണ്ട്. രാത്രിയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നില്ലേ, ഒന്ന് സഹകരിക്കുന്നുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. രാത്രിയായിരുന്നു കല്യാണം. പിന്നെ അത് നമ്മൾ പരിഷ്കരിച്ചു, നന്നായി, കുഴപ്പമൊന്നുമില്ല. രാത്രി ഉണ്ടാവുമ്പോൾ ശല്യം തന്നെയാണല്ലോ. മാറ്റി. എന്നിട്ട് എന്തുണ്ടായത്? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പകൽ കല്യാണം ആണ് അതിനേക്കാളും വലിയ കല്യാണം. അതറിയാം. വടക്കേ മലബാറിൽ ഇത് സ്ഥിരമാണ്. വടക്കേ മലബാറിന്റെ കാര്യം പോക്കാണ്, വളരെ പോക്കാണ്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളെ കാര്യം വളരെ പോക്കാണ്. ഈ വിഷയത്തിൽ വളരെ പോക്കാണ്. ഞാൻ മലപ്പുറത്തിനെ ഒഴിവാക്കി പറയല്ല. മലപ്പുറത്ത് വേറെ ചില ദോഷങ്ങളുണ്ടെങ്കിലും ഇതിനേക്കാൾ ഗൗരവമാണ് ആ ഭാഗത്ത്. ഭയങ്കര പ്രശ്നം. കല്യാണത്തലേന്ന് ഗാനമേളകൾ നടക്കുക. ആണും പെണ്ണും കൂടി ഒരു പന്തലിരുന്ന് ഒരുമിച്ച് സുറ പറയാ. ഇതൊക്കെ രീതിയാക്കിയ ഒരു കല്യാണത്തിന് 5-6 ലക്ഷം രൂപ. ഒരു കല്യാണത്തിന് 5-6 ലക്ഷമൊക്കെ രൂപ പൊട്ടിക്കുന്ന ചില കല്യാണങ്ങൾ. അതൊക്കെ വലിയ നാശമാണ്. അത് വടക്കേ മലബാറിലെ മുസ്ലിമീങ്ങളെ ബാധിച്ചിരിക്കുന്നു. വടക്കേ മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് ഈ വലിയ പ്രശ്നം വന്നിരിക്കുന്നു. ഇത് വലിയ അപകടകരമാണ്. അപ്പൊ ഏതായാലും ശ്രദ്ധിക്കുക. കല്യാണത്തിന്റെ സമയത്തൊക്കെ ഈ ജാതി പ്രശ്നം വരും. വലൽ മർഅതു ഇലൽ മർഅതി, ഒരു പെണ്ണിനോട് കൂടെ ഫീ തൗബിൻ വാഹിദിൻ, ഒരു പുതപ്പിൽ കിടക്കാൻ പാടില്ലാത്തതാണ്. ശ്രദ്ധിക്കണം. ഇതാ ഈ ഹദീസിന്റെ വ്യാഖ്യാനം ശറഹ് മുസ്ലിം. വസ്തദല്ലൽ ഉലമാഉ ബിൽ ഹദീസ്, ഈ ഹദീസ് കൊണ്ട് ആലിമീങ്ങൾ ലക്ഷ്യം പിടിച്ചിരിക്കുന്നു അലാ അദ്മിൽ ജവാസി ഇൽതിർജാഇർ റജുലി മഅർ റജുലി, ഒരാണിന്റെ ഒപ്പം കിടക്കാൻ പാടില്ല, ഒരു പെണ്ണിന്റെ ഒപ്പം കിടക്കാൻ പാടില്ല. മാ ഇൽതിമാസിൻ ബി ബഅലിൽ ബദനി, തടി പരസ്പരം സ്പർശിക്കുന്ന വിധത്തിൽ കിടക്കാൻ പാടില്ല എന്നാണ് ഈ വിഷയത്തിന്റെ താല്പര്യം. ശ്രദ്ധിക്കുക. ഏതെങ്കിലും അവയവല്ല, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കൂട്ടിമുട്ടുന്ന വിധത്തിൽ ഒരു ആണിന്റെ ഒപ്പം കിടക്കാൻ പാടില്ല, പെണ്ണിന്റെ ഒപ്പം കിടക്കാൻ പാടില്ല. ഭയങ്കര പ്രശ്നമാണ്. ശ്രദ്ധിക്കുക. ഒരു ഹദീസ് കൂടി കേട്ടോളൂ. ഒരു ഹദീസ് അൻ അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി ഖാല ഖാല റസൂലുള്ളാഹി നിങ്ങളെ കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കുക. 7 വയസ്സാകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാം ശ്രദ്ധിക്കേ. ഈ വിഷയം പറയുന്നത് നിസ്കാരത്തിന്റെ പേരിൽ കുട്ടികളെ ആട്ടിക്കണം. അവർക്ക് 10 വയസ്സാകുമ്പോൾ. എന്നിട്ടോ 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ പരസ്പരം മാറ്റിക്കിടത്തേണ്ടതാവുന്നു എന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതൊന്നും പഴയ കാലത്ത് ഈ കാര്യത്തിലൊക്കെ വളരെ കണിശുണ്ടായിരുന്നു. ഇൽമൊക്കെ ഉണ്ടായതുകൊണ്ട് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇൽമുള്ള ആലിമ്യങ്ങൾ വയല് കേട്ടിട്ടും മസലകൾ വയല് കേട്ടിട്ടും ഇന്ന് മസല വയല് കേൾക്കാനുള്ള താല്പര്യം പൊതുജനത്തിന് ഇല്ല. അങ്ങനെ ആയിട്ട് പഴയ കാലത്തൊക്കെ മസല വയലുകൾ കേട്ടിട്ട് ഗൗരവമായി ഈ കാര്യമൊക്കെ ചെയ്തിരുന്നു. ഇന്ന് ആ സാഹചര്യമൊക്കെ വീട്ടിലില്ലാതെയായിപ്പോയി. അതുകൊണ്ട് ഒരുപാട് നാശങ്ങൾ വന്നു, ഒരുപാട് നാശം വന്നു. കോടതിയിൽ തന്നെ ഒരുപാട് കേസുകളുണ്ട്. ഞാൻ വിശദീകരിക്കണില്ല. നോക്ക്,
ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഔനുൽ മഅബൂദ് അബൂ ദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തഫരീഖു ബൈനൽ അബ്നായി, കുട്ടികളുടെയിൽ വേർപിരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ പുലൂഗി അശ്രി സനവാത്തിൻ 10 വയസ്സാകുമ്പോ എന്ന് പറഞ്ഞത് ലാബിലെ അശ്രി പക്കത്ത് 10 എന്ന് മാത്രം കണക്കാക്കണ്ട. ഇന്നമാ ബി പുലൂഗി അഹദിഹിം, 10ന്റെ മുന്നേ തന്നെ ഈ കൂട്ടത്തിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായാൽ 10ന് മുമ്പ് തന്നെ. ഉദാഹരണം പറയാം, ചിലപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഇന്നത്തെ സാഹചര്യം നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന പെൺകുട്ടികൾക്ക് 9 വയസ്സായാൽ 9.5 10ന്റെ ഉള്ളിൽ തന്നെ ചിലപ്പോഴൊക്കെ ഹൈല് വരാൻ മനസ്സിലാവണില്ലേ, സാധ്യതയുണ്ട്. അതേപോലെ ആൺകുട്ടികൾക്കും വരാം. ആൺകുട്ടികൾക്ക് ഹെത്തിലാം ഉണ്ടായാൽ, അവർക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ പ്രായപൂർത്തിയാവും. അവിടെ പിന്നെ വയസ്സിന്റെ കണക്കില്ല. അതുകൊണ്ട് 15 വയസ്സ് പൂർത്തിയാകട്ടെ പിന്നെ കാത്തിരിക്കാൻ പാടില്ല. ഈ സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ തന്നെ 10 വയസ്സായാൽ മാറ്റിക്കിടത്തണം. അതിനു മുമ്പ് പ്രായപൂർത്തിയായാൽ അതിനു മുമ്പ് മാറ്റിക്കിടക്കേണ്ടാവുന്നു. ശ്രദ്ധിക്കണം. ഈ പറഞ്ഞത് ഒന്ന് വളരെ ശ്രദ്ധിക്കുക. മാറ്റിക്കെടുക്കണം. ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ വിട്ടുപിരിക്കപ്പെടണം. ശ്രദ്ധിക്ക, ആണ് പെണ്ണിന്റെ ഇടയിൽ മാറ്റിക്കിടത്തണം എന്ന് മാത്രമല്ല അർത്ഥം. ബൈനദ്ദുകൂരി വദ്ദുകൂരി, ആൺകുട്ടികളുടെയും ഇടയിലും, വൽ ഇനാസി ബൈനൽ ഇനാസി, പെൺകുട്ടികളുടെയും ഇടയിലും മാറ്റിക്കിടത്തേണ്ടതാകുന്നു എന്ന്. ലിമാ യകൂനു മിൻ മുലാമസത്തിൽ അജ്സാദി വൽ ഔറാത്തി, തടിയും ഔറത്തുകളും പരസ്പരം കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട് ഉറക്കത്തിലും മറ്റും. ഫതൻഫസിമ അൻഹൽ ഫിതനു വൽ ഫവാഹിഷു മഅല്ലാഹ്, അതുവഴി അപകടകരമായ കുഴപ്പങ്ങൾ ഉണ്ടാകുമല്ലോ എന്നുകൊണ്ടാണ് ശറഅ് കർശനമാക്കിയിട്ടുള്ളത്. ഇതൊക്കെ വളരെ കണിശമായ നിയമങ്ങളാവുന്നു. ശറഅ് വളരെ കണിശമാക്കിയതാണ്. പഴയ കാലത്തൊക്കെ ഈ കാര്യത്തിൽ വളരെ വലിയ കാണിശമുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം എന്ന് വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെയാണ് നിയമമെങ്കിൽ അതായത് അനുജനെയും ജ്യേഷ്ഠനെയും വരെ 10 വയസ്സായാൽ മാറ്റിക്കിടത്തണമെന്നാണ് നിയമമെങ്കിൽ 10 വയസ്സായ മൂത്ത കുട്ടിയെ 9 വയസ്സായ ഇളകുട്ടിയുടെ കൂടെ കിടത്താൻ പാടില്ലാത്തതാണ്. അവർ ആൺകുട്ടികളാണെങ്കിലും. നിങ്ങളിന്റെ കൂടെ ഉണ്ടല്ലോ. വളരെ ചിന്തിക്കണം. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കൂടെ കടത്താൻ പാടില്ല, മാറ്റിക്കിടത്തണം. ഇത്ര ഗൗരവമാണ് നിയമമെങ്കിൽ, ശ്രദ്ധിക്കുക, ഇത്ര ഗൗരവമാണ് നിയമമെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക ഇത്ര ഗൗരവമുള്ള വിഷയമായിരിക്കും അത്. ഒരു ഫാൻസി സ്റ്റോറിൽ ഒരു പെണ്ണും ഒരു ആണും ഒരുമിച്ച് നിലകൊള്ളുക എത്ര ഗൗരവമുള്ള വിഷയമായിരിക്കും ഇത്. ഇന്ന് നമ്മുടെ നാട്ടിൽ പരക്കെ സമ്പ്രദായമുള്ളത് നരകത്തിന്റെ അടിത്തട്ടിലേക്കുള്ള യാത്രയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശരി. അൻ ആമിർ ഇബ്നു റബീഅ ഖാല റസൂലുള്ളാഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ മഅഹാ മഹ്റമുൻ, തന്റെ വിവാഹം ഹറാമായതോ അല്ലെങ്കിൽ ഭർത്താവോ ഉള്ളതല്ലാത്ത ആളെ കൂട്ടത്തിലല്ലാതെ ഒരാണും ഒരു പെണ്ണും ഒരുമിച്ചാകാൻ പാടില്ലാത്തതാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ മഅഹാ ദു മഹ്റമിൻ, അങ്ങനെ ഒരാണും പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ ഫഇന്ന സാലിസഹുമ ശൈത്താൻ, പിന്നെ അവിടെ മൂന്നാമത്തെ ആൾ ശൈത്താനാണ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, ഒരാണ് ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പാടില്ല. ഫാൻസി സ്റ്റോറുകൾ ഇന്ന് നരകത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുകയാ രാവിലെ മുതൽ. ഈ ഫാൻസി സ്റ്റോറുകൾ പെണ്ണുങ്ങൾക്ക് വളയും മാലയൊക്കെ വിൽക്കുന്ന പീടികകൾ ഹറാമിന്റെ കൊട്ടാരങ്ങളാണ്. അവിടെ കയറുന്നവരിൽ വലിയൊരു ശതമാനം ഹറാമിലേക്ക് പോവുകയാണ്. ഏതെങ്കിലും കടക്കാരോട് ദേഷ്യം ഉണ്ടായിട്ടാന്ന് വിചാരിക്കരുത്. നേരം വിളിച്ചാൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാണ്. പെണ്ണുങ്ങളത്തേല് അങ്ങനത്തെ സ്ഥാപനങ്ങളിലേക്ക് കയറാം. തീരെ അടബില്ലാതെയായത് ഈ വിഷയത്തിൽ സമുദായത്തിന്റെ പെണ്ണുങ്ങളാണ്. ഒരു ഫാൻസി സ്റ്റോറിൽ ഒരുത്തൻ ഒരുമിച്ച് ഒറ്റക്ക് നിൽക്കുന്നുണ്ടാൽ ഒരു അന്യ സമുദായക്കാരിയായ പെണ്ണാണെങ്കിൽ അവിടുന്ന് കയറാതെ പോകും.
യാതൊരു മടിയില്ലാതെ ഇത്തരം സ്ഥാപനങ്ങളിൽ കയറുന്ന മുസ്ലിം വനിതകളാണ്. വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു പെണ്ണുമോ ആണോ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ അവിടെ പിന്നെ മൂന്നാമത്തെ ആൾ പിശാചാണ് മുഹമ്മദ് നബി. ഇത് ഫാൻസി സ്റ്റോറിന് മാത്രം ബാധകമല്ല. ഇന്നത്തെ ചില വലിയ ടെക്സ്റ്റൈലുകൾ, ആ ടെക്സ്റ്റൈലിൽ ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്ക് വേണ്ടി ചെറുപ്പക്കാരായ ആൺകുട്ടികളെ കൂട്ടത്തിലേക്ക് പെണ്ണുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതി ഹറാമാവുന്നു. വളരെ ചിന്തിക്കണം. അതിന് നല്ല ഗ്ലാമറുള്ള ചെക്കന്മാരെ തന്നെ പിടിച്ചിട്ട് ടെക്സ്റ്റൈൽ ഉടമകൾ നല്ല ഗ്ലാമറുള്ള ചെക്കന്മാരെ സെയിൽസ്മാൻമാരാക്കുന്നത് ഹറാമാണ്. ഇല്ല, ഞാൻ ആരും കണ്ടിട്ടില്ലല്ലോ, ഞാനിവിടെ അനാവശ്യമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ നീ പറഞ്ഞാലും നിന്റെ ഓരോ തരി പൈസയും ഹറാമാണ്. ഗ്ലാമറുള്ള ചെക്കന്മാരെ സെയിൽസ്മാൻമാരാക്കി പെണ്ണുങ്ങൾ കയറി വരുന്ന കടകൾ നിർത്തലിൽ ഹറാമാണ്. അതിൽ സംശയം തന്നെ വേണ്ട. അത് പച്ച ഹറാമാണ്. ഞാൻ മര്യാദക്കല്ലേ വിൽപ്പന നടത്തിയിട്ടുള്ളൂ, ഞാൻ ഹറാമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് നല്ല ഇങ്ങനെ തേച്ച് മിനുങ്ങിയിട്ട് നേരം വെളുത്താൽ തേച്ച് മിനുക്കുന്ന നല്ല ഗ്ലാമറുള്ള ചെക്കന്മാര്, അവരെ ഉടുപ്പന്നെ മിക്കവാറൊക്കെ ഈ ഇതിന്റെ താഴെയാണ്. അങ്ങനെയാണ്. ചില പുതിയ ഉടുപ്പിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. കോളേജ് കുട്ടികളിലൊക്കെ ഈ ഉടുപ്പ് കാണുന്നുണ്ട്. ഈ ഉടുപ്പ് ഹറാമിലേക്കാണ്. ചില പാൻസ് ഒക്കെ കാണുന്നുണ്ട് ഇപ്പോൾ. ഇല്ല, എന്താ അതിന് പറയാ? ഇല്ല, എല്ലാം ഒരു പുതിയ ഉടുപ്പില്ലേ? നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങളൊക്കെ പാവങ്ങളായതുകൊണ്ടൊന്നും അറിയൂല. ഒക്കെ ഈ എറനാട്ടുകാരൻ സാധുവിന് മാത്രമേ അറിയുള്ളൂ. എന്തേ ഇല്ല, നിങ്ങൾക്ക് അറിയൂലേ? ഏതായാലും ഒരു വേസ്റ്റ് ഫ്രീ എന്തോ ഒരു പേരുണ്ടല്ലോ, അത് പുക്കളിന്റെ താഴെ കിടക്കും. പിന്നെ പല്ലിയുടെ വാല് മുറിഞ്ഞതുപോലത്തെ ഒരു ഷർട്ട് ഉണ്ടാവും. ആ ഷർട്ട് മുകളിലും അങ്ങനെ ഒപ്പിച്ച് ഒന്നാണ് കുമ്പിട്ടാല് പുറം മുഴുവനും കാണുന്ന കോളേജ് കുമാരന്മാരുടെ, സ്കൂളിൽ പോകുന്ന പുതിയ കുട്ടികളുടെ വസ്ത്രം ഹറാമാവുന്നു. തന്നെ ഹറാമാണ്, അതിനൊന്നും സംശയമില്ല. അതൊക്കെ ഹറാമാണ്. മുട്ടപ്പുക്കള് പൂർണ്ണമായി ഒരു വസ്ത്രം കൊണ്ട് തന്നെ മറക്കണം. ഒരു വസ്ത്രം കൊണ്ട് തന്നെ മറക്കേണ്ടതാണ്. അത് ഹറാമാണ്. ഏതായാലും അത്തരം ചെക്കന്മാരെ പിടിച്ച്, ഗ്ലാമറുള്ള ചെക്കന്മാരെ നോക്കി നല്ല സ്മാർട്ടായ ചെക്കന്മാരെ പിടിച്ചിട്ട് ടെക്സ്റ്റൈലാക്കുക, ജൗളിക്കടയിലാക്കുക, അല്ലെങ്കിൽ റെഡിമെയ്ഡ് കടയിലാക്കുക. അവരാ ഗ്ലാമർ കണ്ടിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ കയറി വരിക, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അവരോട് കൂടെ ഒന്നും കൂടെ അത്തരം ആളുകൾക്ക് സെയിൽസ്മാൻമാരാണെങ്കിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എടുക്കുകയും അവരോട് കൂടെ കുറച്ചു നേരം കൂടി ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ആ രൂപത്തിൽ സെയിൽസ്മാൻമാരെ സംവിധാനിക്കുക എന്ന ഇന്നത്തെ കടകച്ചവടങ്ങളുടെ രീതി ഹറാമാണ്. ടെലിഫോൺ ബൂത്തിൽ പെൺകുട്ടികളെ ഇരുത്തുന്നത് ഹറാമാണ്. അവർക്ക് ജീവിക്കാൻ വഴിയില്ലെങ്കിലോ പിന്നെ എന്തിനാ നാട്ടിൽ നമ്മൾ ജീവിക്കണത്? അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ ഒരു പെൺകുട്ടി ഒരു ടെലിഫോൺ ബൂത്തിൽ നൂറുകണക്കായ ചെറുപ്പക്കാർ ആഭാസം വിളിച്ചു പറയുന്ന വേദിയല്ലേ ടെലിഫോൺ ബൂത്ത്? തോന്നിയതല്ലേ വിളിച്ചു പറയാ? എന്താ പ്രത്യേകിച്ചാണ് അവിടെ ആ ഫോണിന്റെ അടുത്തിരിക്കുന്ന ഒരു പെണ്ണാണെന്ന് കൂടി കണ്ടാൽ പിന്നെ ഇവനെ പോലത്തെ ഞരമ്പ് രോഗികൾക്ക് പിന്നെ ലൈസൻസ് ഒന്നും നിങ്ങൾ ഇന്റെ പല്ലേ നിങ്ങൾ റേഞ്ച് വിട്ടാ ഈ ജാതി ഞരമ്പ് രോഗികൾ വിളിച്ചു പറയാ. ഇതൊക്കെ കേട്ടിട്ട് ഒരു പെൺകുട്ടി ക്ഷമിച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ കുന്തും ഖൈറവുമ്മ, നമ്മൾ ഉത്തമ സമുദായ എന്ന് വേഗം പറയാ. ഇതിലെന്താ അർത്ഥമുള്ളത്? അങ്ങനത്തെ കുടുംബങ്ങളിലെ കുടുങ്ങിയ കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ കടമയാണ്. അത് താനി ഹറാമാണ്. ടെലിഫോൺ ബൂത്തിൽ പെൺകുട്ടികൾ ഇരിക്കൽ ഹറാമാണ്. ടെലിഫോൺ ബൂത്തിൽ പെൺകുട്ടികൾ ഇരിക്കുന്നത് ഹറാമാണ്. അത് തനിച്ച ഹറാമാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റൈലുകളിലും റെഡിമെയ്ഡ് കടകളിലും പെണ്ണുങ്ങൾക്ക് വസ്ത്രം മാറാനുള്ള റൂം ഉണ്ടാക്കുന്നത് ഹറാമാണ്. താനി ഹറാമാണ്. നിന്റെ കടയുടെ ലാഭത്തിന്റെ ഒരു ഫീൽസിൽ പോലും അള്ളാന്റെ ഇഷ്ടം ഉണ്ടാവും എന്ന് വിചാരിക്കണ്ട. അത് തനി ഹറാമാണ്. വളരെ ഇന്നില്ലാത്ത കടൽ ഇല്ല കടയിലില്ല. അത് പെണ്ണുങ്ങൾക്ക് വന്ന് വസ്ത്രം മാറാനുള്ള സൗകര്യം.
മാമിൻ ഇംറഅത്തിൻ ഖലഅത് സിയാബഹാ ഫീ ബൈതിഹാ ഹതകല്ലാഹു സിത്രഹാ മാ ബൈനഹാ വബൈനല്ലാഹ്. ഏതെങ്കിലും ഒരു പെണ്ണ് സ്വന്തം വീട്ടിലല്ലാതെ വസ്ത്രം അഴിക്കുകയോ വസ്ത്രമിടുകയോ ചെയ്താൽ അള്ളാഹും അവളും തമ്മിലുള്ള ബന്ധം അള്ളാഹു ഒഴിവാക്കി എന്ന് മുഹമ്മദ് നബി. ഇങ്ങനെ നൂറുകണക്കിന് പെണ്ണുങ്ങൾക്ക് അള്ളാഹിനായിട്ടുള്ള ബന്ധം വിടാൻ വേണ്ടിയല്ലേ ഇത്തരം ടെക്സ്റ്റൈലുകൾ? അത് ഹറാമാണ്. അതുണ്ടാക്കിയിട്ടില്ലെങ്കിൽ കച്ചവടം നടക്കൂലെങ്കിൽ നീ കച്ചവടം അങ്ങോട്ട് കൂട്ടിയേക്ക്. എന്നാലും വേണ്ടില്ല, അത് ഉണ്ടാക്കണ്ട. അതില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കച്ചവടം നടക്കൂലെങ്കിൽ കച്ചവടം വേണ്ട, കച്ചവടം പൂട്ടുക. കാരണം ഇത് ഹറാമാകുന്നു, ഇത് തനി ഹറാമാണ്. ശ്രദ്ധിക്കണേ, എല്ലാവരും നല്ല പോലെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഗൗരവമുള്ള വിഷയങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇത്തരം വേദികളിൽ പെണ്ണുങ്ങളെ ആണുങ്ങൾക്ക് ഇടപഴകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കൽ ഭീമമായ തെറ്റാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹുർമത്ത് അതുവഴി നഷ്ടപ്പെട്ടു പോവുകയാണ്. ശ്രദ്ധിക്കുക, വളരെ ചിന്തിക്കണം. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കുക. അതോടുകൂടെ തന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്മാരോ അനുജന്മാരോ പെണ്ണിനോട് ഇടപഴകുക. മിണ്ടാതിരിക്കുക, നല്ല പോലെ ശ്രദ്ധിക്കുക. പെണ്ണുങ്ങളൊന്നും മിണ്ടരുത്, പെണ്ണുങ്ങൾ മിണ്ടരുത്. ഇന്ന് സാർവത്രികമായിട്ടുള്ള തന്നെ ഹറാമായ ഒരു രീതി, സാർവത്രികമായിരിക്കുകയാണ് ഇന്ന് ആ രീതി. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ നല്ല മനസ്സിലാക്കണം. ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്റെ പ്രായപൂർത്തിയാവാൻ ആവുകയോ അതിനോട് അടുക്കുകയോ ചെയ്ത ആൺമക്കൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങളുടെ മക്കൾ, ആൺമക്കൾ, ഇവരോടൊക്കെ ഇന്ന് ഇടപഴകുന്ന രീതി, ഇത് പെണ്ണിന് നരകം വാങ്ങിക്കൊടുക്കുന്ന രീതിയാണ്. ഇതൊരു സാമൂഹിക ക്രമം തന്നെ ഇന്ന് മാറി. ഹബീബായ നബി പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. പെണ്ണുങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഹബീബായ നബി. സ്വഹീഹുൽ ബുഖാരി. ഫഖാല റജുലുൻ മിനൽ അൻസാരി. അപ്പോൾ അൻസാരികളിൽ ഒരാൾ ഹബീബായ നബിയോട് ചോദിച്ചു, നബിയെ അഫറഅയ്തൽ ഹമുവ യാ റസൂലല്ലാഹ്. ശ്രദ്ധിക്കണേ, അഫറഅയ്തൽ ഹമുവ യാ റസൂലല്ലാഹ്. ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാർ, അവിടെ ബുഖാരി വിശദീകരിക്കുന്നുണ്ട്, ഹമുൽ മർഅത്തി അഖാരിബു സൗജിഹാ. ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാർക്കാണ് ഹമുവ് എന്ന് പറയുന്നത്. അവൾ ഒരു പെണ്ണിനെ അടുത്ത് വരിക, വീട്ടിൽ വരിക, താമസിക്കുക, കയറി വരിക, ഇടപഴകുക, ഭർത്താവില്ലാത്ത സാഹചര്യം എങ്കിൽ എന്താ നബിയെ അങ്ങയുടെ അഭിപ്രായം? അല്ലെങ്കിൽ ആ വീട്ടിൽ ഭർത്താവില്ല, അല്ലെങ്കിൽ വീട്ടിൽ ഭർത്താവുണ്ട് പക്ഷെ ആ റൂമിൽ ഭർത്താവില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നോക്കൂ. വളരെ ചിന്തിക്കണം. എന്താണ് ഇതിന്റെ സാഹചര്യം? നബിയെ സ്വഹീഹുൽ ബുഖാരി. ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ ആവല്ലെങ്കിൽ അവരുടെ മക്കളോ, അല്ലെങ്കിൽ ഭർത്താവിന്റെ പെങ്ങളുടെ മക്കൾ, അല്ലെങ്കിൽ ഭർത്താവിന്റെ എളാപ്പ, അതുപോലെ തന്നെ ഭർത്താവിന്റെ അമ്മാവൻ, ഇങ്ങനെയുള്ള ആളുകൾ, ഇവരൊക്കെ അൽ മുറാദു അൽ അഖു വബിനുൽ അഖി, ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാര്, അല്ലെങ്കിൽ വബിനുൽ അഖി ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കള്, വൽ അമ്മു ഭർത്താവിന്റെ പിതൃവ്യന്മാർ, എളാപ്പ മൂത്താപ്പമാര്, അതേപോലെ തന്നെ വബിനുൽ ഉഖ്തി, വബിനുൽ അമ്മി എളാപ്പാന്റെ മക്കള്, വബിനുൽ ഉഖ്തി ഭർത്താവിന്റെ പെങ്ങളുടെ മക്കള്, വനഹ്വിഹിം മിമ്മാ യഹില്ലു ലഹാ തസ്വീജുഹു ലൗ ലം യകുൻ മുതസവ്വിജ. അവൾ വിവാഹന്റെ ഒഴിവാവുകയാണെങ്കിൽ അവളെ വിവാഹം ചെയ്യൽ അനുവദനീയമായിട്ടുള്ള ആളുകൾ. ഈ ആളുകളോടൊരു പെണ്ണ് ഇടപഴകുന്നതിന്റെ വിഷയം എന്ത് എന്ന് ഹബീബായ നബിയോട് ചോദിച്ചപ്പോൾ ഫഖാല, ഹബീബായ നബി പറഞ്ഞത് അൽഹമു അൽ മൗതു, അൽഹമു അൽ മൗതു എന്ന്. അൽഹമു അൽ മൗതു, ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാരോട് അല്ലെങ്കിൽ അവരുടെ മക്കളോട്, ഈ പറയപ്പെട്ട ആളുകളോട് ഇടപഴകുക എന്ന് പറയുന്നത് അൽഹമു അൽ മൗതു, അതാ പെണ്ണിന്റെ മരണമാണ്. സ്വഹീഹുൽ ബുഖാരി. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇന്ന് കയറി വന്ന ഒരു രീതി, ഗൾഫ് കൊണ്ടാണ് സത്യത്തിൽ ഈ തിന്മകളെല്ലാം നമ്മളെ നാട്ടിൽ കയറി വന്നിട്ടുള്ളത്. ഗൾഫ് വളരെ കുറഞ്ഞ നന്മയും ഒരുപാട് തിന്മയും സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറഞ്ഞ നന്മ ഗൾഫിൽ കൊണ്ട് ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. നാട്ടിലൊക്കെ
സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ശരിയാ. പക്ഷെ അതിനേക്കാൾ വലിയ തിന്മ ഗൾഫ് കൊണ്ടുണ്ടായി എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഗൗരവമുള്ള ഒരു വിഷയം. എന്റെ നിങ്ങളെല്ലാം ക്ഷമിക്കണം, എന്തേ അവിടെ നല്ല പ്രശ്നം അവർ മൈക്ക് ശ്രദ്ധിച്ചിട്ടില്ല. എന്റെ പ്രശ്നം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ നാഫിയായ ഇൽമിനെ തരട്ടെ, അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ഭർത്താവിന്റെ ഇങ്ങോട്ട് ശരിക്കും ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാർ, ഈ ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാരോട് മക്കളോട് ഇടപഴകുക, ഇത് വന്നത് സത്യത്തിൽ ഗൾഫുണ്ടാ. ഗൾഫ് ഒരുപാട് ദോഷങ്ങൾ കൊണ്ടുവന്നു. ഈ ദോഷം എന്റെ കൂടെ വരണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും, ഈ പറയുന്നതിനൊക്കെ ദേഷ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദേഷ്യമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ഗൾഫ് മനുഷ്യന്മാർക്ക് വേണ്ടിയില്ലായിരുന്നു. ഗൾഫ് കൊണ്ട് ഗുണത്തിനേക്കാൾ ദോഷം ഉണ്ടായി, വളരെ വലിയ ദോഷം. എന്റെ ഗൾഫ് കൊണ്ടുണ്ടായത്, ഒന്ന് വിവാഹത്തിന്റെ അർത്ഥം ഗൾഫ് നഷ്ടപ്പെടുത്തി. വിവാഹത്തിന്റെ അർത്ഥം തന്നെ ഗൾഫ് നഷ്ടപ്പെടുത്തുകയുണ്ടായി. എന്താ വിവാഹത്തിന്റെ അർത്ഥം? ഹബീബായ നബി പറഞ്ഞു, പ്രായപൂർത്തിയായ ആൾ എപ്പോൾ ഉടനെ കല്യാണം കഴിക്കണം. ഫഇന്നഹു അഹ്സനു ലിൽ ഫർജി, അത് ഗുഹ്യസ്ഥാനത്തിന് വളരെ സംരക്ഷണം നൽകുമെന്ന് ഹബീബായ നബി. കാരണം പെണ്ണ് കൂടെ ഉണ്ടാവുമ്പോൾ അവന് ഗുഹ്യസ്ഥാനത്തിന് സംരക്ഷണം ഉണ്ടാവും. മറ്റൊരു പെണ്ണിനെ കുറിച്ച് അവൻ ആലോചിക്കുകയില്ല, വേറൊരു പെണ്ണിനെ പറ്റി ചിന്തിക്കുകയില്ല, ആലോചിക്കുകയില്ല. ഇത് സത്യത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഗൾഫ് കൊണ്ട് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? എല്ലാവരും ഗൾഫ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഇതിന് അനിയന്ത്രിതമായി വളരുന്ന രീതി, അധ്വാനിച്ച് കുടുംബം പോറ്റാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് പിന്നെയും 10-20 കൊല്ലം കഴിഞ്ഞാൽ ഗൾഫിൽ കൂടുന്ന ഇന്നത്തെ അനിയന്ത്രിതമായ സമ്പ്രദായത്തെ വളരെ ഗൗരവമായി നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രതിരോധശേഷി നഷ്ടപ്പെട്ടു. കേരളത്തിൽ പ്രതിരോധശേഷി ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട സമൂഹ മുസ്ലിമീങ്ങളാകാൻ കാരണം ഗൾഫാണ് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. പക്ഷെ അത് കണ്ടെത്തിയ ഒരു സത്യമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് തുറന്നു പറയാം. ഗൗരവമുള്ള വിഷയമാണ്. ഗൾഫ് ഒരുപാട് ദോഷങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായി, ഗുണമായിരുന്നു. പക്ഷേ ദാരിദ്ര്യം അല്ലല്ലോ വിഷയം. റിസർവ് ബാങ്കിന്റെ ഗവർണറുടെ ഉദ്യോഗമല്ലല്ലോ ബാപ്പാന്റെ ഉദ്യോഗം. റിസർവ് ബാങ്കിന്റെ ഗവർണറെ ഉദ്യോഗമാണ് ബാപ്പാന്റെ ഉദ്യോഗമെങ്കിൽ മോശപ്പെട്ട ബാപ്പയാണ് മുഹമ്മദ് നബി എന്ന് പറയേണ്ടി വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ശഹ്റൈനി മുതതാബിഈൻ മാ അബിയാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അനസ്സൗഖിനു നാറാ. ഞങ്ങൾ 2 മാസമൊക്കെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ, ആയിഷ ബീവി പറയാണ് റളിയല്ലാഹു അൻഹാ, 2 മാസം മുസ്തഫ റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാവും. ആയിഷ ബീവി പറയാ റളിയല്ലാഹു അൻഹാ, ഒരു തീ പോലും റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല 2 മാസം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് ചോദിച്ചു റളിയല്ലാഹു അൻഹാ, എന്തായിരുന്നു പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നത്, എങ്ങനെ ഈ 2 മാസമൊക്കെ വീട്ടിൽ അടുപ്പത്ത് കഞ്ഞി ഉണ്ടാവില്ല, വീട്ടിൽ തീ ഉണ്ടാവൂല, വീട്ടിൽ തീ പൂട്ടൂല, 2 മാസം വീട്ടിൽ തീ ഉണ്ടാക്കൂല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ബഹുമാനപ്പെട്ട അസ്മാ ബീവിയുടെ മകളാണ്, ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിന്റെ മകനാണ്. ബഹുമാനപ്പെട്ടവര് ഉമ്മാന്റെ സ്ഥാനത്താണ്. ആയിഷ ബീവി ചോദിച്ചു, ഉമ്മ പിന്നെ എങ്ങനെ ഞങ്ങൾ പാർത്തിരുന്നത്? അപ്പോൾ പറഞ്ഞു, ഇടക്കിടക്ക് ഞങ്ങൾക്ക് പിന്നെ കാരക്ക കിട്ടും, ആ കാരക്കയും ചോലേന്ന് കൊണ്ടുവരുന്ന പച്ചവെള്ളം കുടിച്ചിട്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. റിസർവ് ബാങ്കിന്റെ ഗവർണറെ ഉദ്യോഗമാണ്, നോട്ടടിച്ച് കൊടുക്കുന്ന ഉദ്യോഗമാണ് ബാപ്പാന്റെ ഉദ്യോഗം എങ്കിൽ ഏറ്റവും മോശപ്പെട്ട ബാപ്പയാകും ആര്? മുഹമ്മദ് നബി. ഇന്നിപ്പോ ഏകദേശം നമ്മുടെ സൊസൈറ്റി നിലവാരം എന്താ? നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും നല്ല ബാപ്പ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മക്കൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന ആള്. ഇസ്ലാമിൽ നിന്ന് നമ്മൾ വളരെ അകന്നു പോയിരിക്കുന്നു. വലിയ പ്രശ്നം ഉണ്ടാക്കി സമൂഹത്തിൽ, ഒരുപാട് വിഷയം ഉണ്ടാക്കി. പ്രതിരോധശേഷി നഷ്ടപ്പെട്ടു പോയി. നാട്ടിൽ അത്യാവശ്യം ആക്റ്റീവായി നടക്കുന്ന ആളുകൾ ഗൾഫിൽ പോയിട്ട് പ്രതിരോധശേഷി ഇല്ലാതെയായി. അതിലൂടെ പ്രതിരോധ താല്പര്യം അവർക്കില്ല, പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവർക്ക് താല്പര്യമില്ല എന്നവർക്ക് താല്പര്യമില്ല.
ഒരു ജനാധിപത്യ രീതിയിൽ തന്നെ ഒരു പോലീസിനെ അറിയിക്കണമെന്ന് അവർക്ക് താല്പര്യമില്ല. കേസ് കുടുങ്ങിപ്പോയാൽ പിന്നെ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചാൽ താല്പര്യമില്ല. ഇങ്ങനെ ഒരുപാട് ദോഷങ്ങളുണ്ടായി. ഞങ്ങൾക്ക് വേണ്ടാന്നല്ല പറയുന്നത്, പക്ഷേ ഇതിന്റെ അനിയന്ത്രിതമായ സാഹചര്യത്തെ നിയന്ത്രിക്കേണ്ടതാവുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പരിപാടി നടന്നു പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് ഒന്ന് താഴത്തേക്ക് ഇറങ്ങുന്നത്. എൻ്റെ അപ്പുറം പറയാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഇവിടെയൊക്കെ തന്നെ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വിഭവങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പണിയെടുക്കാൻ തയ്യാറാകണം. പണിയെടുക്കാൻ തയ്യാറാണ്. കുടുംബം പുലർത്തണം. ഒരാളിങ്ങനെ അങ്ങാടിയിൽ ഇങ്ങനെ ചോദിച്ചടക്കണം. നല്ല പുറപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. പുറപ്പെടുക്കുകയാണ്. സുൽത്താൻ്റെ അടുത്തിട്ട് പുറപ്പെടുക്കുകയാണ്. ഞാൻ ഭിക്ഷ തരാം, പുറപ്പെടുക്കുകയാണ്. പുറപ്പെടുത്ത് നോക്കുമ്പോൾ നല്ല മസിലൊക്കെ ഉള്ള ഒരാൾ ഇവിടെ വാ. നേരെ അങ്ങാടി കൊണ്ടുപോയി എനിക്ക് നല്ലൊരു പുറപ്പ് കിട്ടിയിട്ടുണ്ട്, ആർക്കാ വേണ്ടത്? പുറപ്പാണ് ലേലം വിളിച്ചു. നല്ലൊരു സംഖ്യക്ക് പുറപ്പ് വിറ്റു. പുറപ്പ് വിറ്റിട്ട് റസൂലുള്ള എന്ത് ചെയ്തെന്നറിയോ? പുറപ്പ് വിറ്റിട്ട് വേഗം റസൂലുള്ള വന്നു. എന്നിട്ട് ഫസ്തറ ഒരു കോടാലി വാങ്ങി. പുറപ്പ് വിറ്റ പൈസ കൊണ്ട് ഒരു കോടാലി വാങ്ങി. എന്നിട്ട് റസൂൽ തന്നെ ഒരു തായൊക്കെ ഇട്ടെടുത്ത് ഇതിനിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി മേലാളി ഈ ഭാഗത്ത് കണ്ടുപോകരുത്. എല്ലാ ദിവസവും വിറക് വെട്ടിയിട്ട് കുടുംബം പോറ്റുക. എല്ലാ ദിവസവും കുറച്ച് പൈസ മിച്ചം ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇന്നെ വന്ന് കാണണമെന്ന് ഹബീബായ നബി പറഞ്ഞു. ഇയാൾ കുടുങ്ങിയല്ലേ, നേരെ പോയി. ഇയാൾ ഈ മഴവും കൊണ്ട് ഈ കോടാലിയും കൊണ്ട് ഈ മഴവും കൊണ്ട് നേരെ വിറക് വെട്ടാൻ പോയി. എല്ലാ ദിവസവും ഒരല്പം മിച്ചുണ്ടാക്കി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ മിച്ച സംഖ്യയുമായി ഹബീബായ നബിയുടെ അരികിൽ വന്നു. നേരെ ഇയാളെയും കൂട്ടി ഹബീബാ നബി അങ്ങാടിയിലേക്ക് പോയി. എന്നിട്ട് ഒരു പുറപ്പ് വാങ്ങി കൊടുത്തു. എന്തൊക്കെയായി? ഇപ്പൊ ഇയാൾക്ക് പുറപ്പിന് പുറപ്പായി. അത് പഴയ പുറപ്പ് പോയിട്ട് പുതിയ പുറപ്പായി. തൊഴിലുമായി, തൊഴിലിനുള്ള ആയുധമായി. എല്ലാ ദിവസവും ഒരു സംഖ്യ മിച്ചമായി. പണിയെടുക്കാൻ തയ്യാറാകണം. നമുക്ക് ആളായി നടക്കണം. നമുക്ക് വലിയ എത്ര വലിപ്പമുള്ള മീൻ വാങ്ങണം. ഇതിനൊക്കെ നമുക്ക് അങ്ങോട്ട് പോവല്ല, നിർവാഹമില്ല. ഇന്ന് നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ ഈ നിലക്ക് നിന്നാൽ നമുക്ക് നാശം വരും. നമ്മൾ വിചാരിച്ച് നമുക്ക് പിന്നെ നമ്മൾ തോറ്റു പോകുമെന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണ്. ഗൾഫ് വേണ്ടാന്നല്ല, ഗൾഫ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് സമൂഹത്തിൽ. പക്ഷേ അതുകൊണ്ട് സമൂഹത്തിലുണ്ടായി തീർന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾ നിങ്ങളെല്ലാവരും ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ട് എന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഭയങ്കര പ്രശ്നം. അതായിരുന്നു പ്രശ്നം, മറ്റൊന്നും പ്രശ്നമില്ല. എന്തുകൊണ്ട് ജീവിത ശുദ്ധി നഷ്ടപ്പെട്ടു പോവുക? പ്രശ്നമുള്ള കാര്യം. മിക്കവാറും വീടുകളൊക്കെ നിയന്ത്രണമില്ലാത്ത വീട്ടിന്റെ കാര്യം പറയണ്ട. നാദാപുരം, ചൊക്ലി, കല്ലാച്ചി ഭാഗങ്ങളിലൊക്കെ നാല് മക്കൾ വീട്ടിലുണ്ടെങ്കിൽ 4 മക്കളും ഗൾഫിൽ. എന്നിട്ട് ആരാണ് വീട് നിയന്ത്രിക്കുന്നത്? തൊട്ടടുത്ത വീട്ടിലെ ഏതോ അന്യ ഓട്ടോറിക്ഷക്കാരൻ. എന്തുണ്ടായത്? എന്തേ കല്ലാച്ചി ഉണ്ടായത്? എന്തേ നാദാപുരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അത് അള്ളാഹുവിന്റെ ദീനിനെ തൊട്ട് അകന്നു പോയത് കൊണ്ടാണ്. അതിൻ്റെയൊക്കെ ബാക്കി തന്നെ തെരുവും പറമ്പും ഞാൻ വിശദീകരിക്കണില്ല, നിങ്ങൾക്കറിയാലോ. അടിസ്ഥാനം അത് തന്നെയാണ്. നാദാപുരത്തേരൊക്കെ ഈ പരിപാടിക്ക് ഉണ്ടാവുമല്ലോ, ചിന്തിക്കണം. അനിയന്ത്രിതമായ ഇവിടെ ഞാൻ ഏറ്റവും ചുരുങ്ങിയത് പറയാ, 4 മക്കളുണ്ടെങ്കിൽ അതിൽ 3 മക്കൾ ഗൾഫിൽ പോയാൽ ഒരു മകനെങ്കിലും, ദീനുള്ള ഒരു മകൻ നാട്ടിൽ നിൽക്കണം. എന്നിട്ട് ലാഭത്തെ ഊരി വെക്കണം. എല്ലാവരും ഊരി വെക്കണം. ദീനുള്ളവൻ ഏതോ വൈകുന്നേരമായാൽ പുറത്തിറങ്ങിയിട്ട് 2 മണിക്ക് ഷവർമ അടിച്ചിട്ട് പോത്തിനെ പോലെ കയറി വരുന്നവൻ വീട്ടിലുണ്ടായിട്ട് കാര്യമില്ല. ദീനുള്ള മകൻ വീട്ടിലുണ്ടാവും. എന്നിട്ട് ലാഭം കൊണ്ട് എല്ലാവരും ഊരി വെക്കുക. അത് ദീനിയായ സമ്പ്രദായം. അതുതന്നെ അവസാനം. ഒന്ന്. രണ്ടാമത്തത് ഭർത്താവിന്റെ ഈ പെണ്ണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണിന്റെ കൂടെ ഭർത്താവിന്റെ ഉപ്പയോ ഉമ്മയോ അല്ലാതെ മറ്റൊരാളവളെ സഹായിക്കാതിരിക്കുക. ഭർത്താവിന്റെ ചേട്ടനോ അനുജനോ അല്ലെങ്കിൽ അവരെ മക്കളോ സഹായിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുക. അത് തനി ഹറാമാണ്. ഭർത്താവിന്റെ ഏട്ടൻ അനുജൻ സഹായിക്കൽ ഹറാമാണ്. അത് തനി ഹറാമാണ്. ഒരു നിലക്കും ചാൻസ് ഇല്ല. അൽഹമു അൽ മൗതു ഖാല റസൂലുള്ളാഹി അൽഹമു അൽ മൗതു. അങ്ങനെ നോക്ക്. സൗദി ഔക്കാഫിലേക്ക് ഭർത്താവ് തൊഴിലിന് പോകുന്ന സമയത്തോ സാഹചര്യങ്ങളിലോ ശ്രദ്ധിക്കണം. സൗദി ഔക്കാഫിന്റെ ഫത്വ വായിക്കാൻ പോവുക. ഭർത്താവ് തൊഴിലിന് പോകുന്ന നേരത്തെ തന്നെ സഹായിക്കുന്ന വീട്ടിലുണ്ടാകുന്ന ഭർത്താവിന്റെ ഏട്ടൻ അനുജനെ കുറിച്ച് ഒരിക്കൽ ഒരാൾ സംശയം ചോദിച്ചു. അതിന് സൗദി ഔക്കാഫ് കൊടുത്ത ഫത്വ.
യഖ്റുജുർ റജുലു, ശ്രദ്ധിക്കുക, ഒരാൾ വീട്ടിൽ നിന്ന് പോവുക, ഭർത്താവ്, വതബ്ഖാ സൗജതുഹു വഅഖൂഹു ഫിൽ ബൈതി, ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ ആ വീട്ടിൽ ഭാര്യന്റെ കൂടെ ഉണ്ടാവുക. ഫയുഗ്വീഹിമുശ് ശൈത്താനു വയസ്നി ബിഹാ, ഇത് ആ പെണ്ണിനെ അവൻ വ്യഭിചരിക്കാൻ കാരണമാകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓർക്കണാമി പറയും, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടാവോ ബൈ ചാൻസ് എന്ന് ചിന്തിക്കണ്ട, പറഞ്ഞുതരാ, ക്ഷമിച്ച് കേൾക്കി. സൗദി ഔഖാഫിന്റെ ഫത്വയാണ്. ഔഖാഫിന്റെ ഫത്വ ഗ്രന്ഥം വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സൗദി ഔഖാഫിന്റെ ഫത്വ ഗ്രന്ഥമാണ്, വെറുതെ വന്നതല്ല. ഞാൻ നീ ആർക്കെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒന്ന് കാണാലോ എന്ന് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അവന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുമായി അവൻ വ്യഭിചരിക്കാൻ കാരണമാവും. ഒന്നിരിക്കൽ ഗൾഫിൽ പോവുക, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ തൊഴിലിന് പോവുക, എന്നിട്ട് ജ്യേഷ്ഠനോ അനുജനോ, ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ വീട്ടിൽ ഉണ്ടാവുക. അവരെ തിന്മയെ തൊട്ട് തടയപ്പെടുന്ന സാഹചര്യം വാപ്പ ഉമ്മ ഉണ്ടായിട്ടും കാര്യമില്ല, വാപ്പ ഉണ്ടായിട്ടും കാര്യമില്ല. ഇത് രണ്ടും ചിലപ്പോൾ സൈഡായിട്ടായിരിക്കും. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്ന് സാങ്കേതിക നേരം വൈകിയോ? ഞാൻ വിഷയം മാറ്റണോ? നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? നിങ്ങളിൻ്റെ കൂടെ അല്ലേ? സൈഡായ വാപ്പ അമ്മ സൈഡായിട്ടുണ്ടാവും, എക്സ്പയർ ആയിട്ടുണ്ടാവും. എക്സ്പയർ ഡേറ്റ് 60 കഴിയും, ഇത് 80 85 ഒക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെയാണ്. അല്ലാഹു തആല എല്ലാവർക്കും ദീർഘായുസ് തരുമാറാകട്ടെ. അങ്ങനെയാണല്ലോ, 60 ആയ ആളുകളൊക്കെ പോകണമെന്നല്ല, 60 എക്സ്പയർ ഡേറ്റ് ആണ്. മൻ അമ്മറ, ഒരാൾക്ക് അല്ലാഹു തആല 60 വയസ്സ് കൊടുത്താൽ ഇഷ്ടം പോലെ നിഅമത്ത് കൊടുത്തു കഴിഞ്ഞു, ഇനി അയാൾക്ക് ഉദ്റുണ്ടാവില്ല എന്ന് ബുഖാരിന്റെ ഹദീസുണ്ട്. വിശദീകരിച്ച് പറയുന്നത് ഞാൻ വിശദീകരിക്കണില്ല. ഒരാൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉദ്റുണ്ടാവില്ല. പിന്നെ ഞാൻ ആ തെറ്റ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ചെറുപ്പക്കാരെ ഉദ്റ് കൊടുത്താലും 60 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾക്ക് അല്ലാഹു തആല ഉദ്റ് കൊടുക്കൂല എന്ന് സ്വഹീഹുൽ ബുഖാരി. അവന്റെ ഉദ്ർ അല്ലാഹു തആല നീക്കി കളയും. പിന്നെ ചാൻസ് ഇല്ല. എനിക്ക് വയസ്സായില്ലേ, ഞാൻ അങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ്, ചാൻസ് ഇല്ല. മുടി നരച്ചാൽ പോലും ഉദ്ർ നീക്കി കളയും എന്ന് ചില റിവായത്തുകളിൽ കാണുന്നുണ്ട്. മുടി നരച്ചാൽ പിന്നെ ഉദ്ർ ഉണ്ടാവില്ല. മുടി ഇന്നിപ്പോൾ മിക്കവാറും ഒരു 35-30 തന്നെ നിരക്കണത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ഇറങ്ങണില്ല. ഇത് ബുഖാരിന്റെ ഹദീസാണ്, ഇത് സ്വഹീഹുൽ ബുഖാരി. 60 വയസ്സായ ആളുകളൊന്നും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യമല്ല, ഹദീസ് ബുഖാരിയിലുണ്ട്. 60 വയസ്സായ പല ആളുകൾ എൻ്റെ മുഖത്തേക്ക് നോക്കണേ ഞാൻ കണ്ടുണ്ട്, അതിലൊന്നും കാര്യമല്ല, ഹദീസ് ബുഖാരി, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി. ഇങ്ങനെ സൈഡായ വാപ്പമ്മ എണീക്കാൻ വയ്യ. ഈ വാപ്പമ്മയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ വീട്ടിലുണ്ടായത് കൊണ്ട് ഹറാമിന്റെ പരിധി ഒഴിവാവില്ല. വാപ്പല്ലേ എമ്മല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇല്ലാത്ത വാപ്പമ്മയും തന്നെ ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെ സൈഡായതാ. അത് കഞ്ഞി കൊടുത്താലും ഒന്ന് കിടക്കണം, കഞ്ഞി കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ മുമ്പ് കിടക്കണം. ഇതാ വാപ്പാൻ്റെ അവസ്ഥ. അങ്ങനെയാണ് വാപ്പാൻ്റെ അവസ്ഥ. നേരത്തെ മഗ്‌രിബ് നിസ്കരിച്ചാലും ഉറങ്ങും, ഇശ നിസ്കരിച്ചാൽ ഏതായാലും ഉറങ്ങും, സുബഹിന് മുമ്പ് ഉറങ്ങും, ശേഷം ഉറങ്ങും, ഉറക്കം തന്നെ ഉറക്കും. വാപ്പ എണീക്കാൻ വയ്യ. ഇടയ്ക്കിടയ്ക്ക് പ്രഷറിൻ്റെ ഒരു ഗുളിക കുടിക്കണുണ്ട്. എന്നാൽ ഇനി വാപ്പ ഉണർന്നിരിക്കണ നേരത്താകട്ടെ കണ്ണാണ് പൊങ്ങൂല. ആ പ്രഷറിൻ്റെ ഗുളികയാണ് കുടിച്ചാൽ പിന്നെ അടുത്തുള്ള ആളെ വരെ വാപ്പ കാണൂല, അമ്മ കാണൂല. ഇങ്ങനത്തെ കുറേ ആളുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. വ്യഭിചാരത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരം അയൽവാസി പെണ്ണിനെ വ്യഭിചരിക്കലാണ്. അതിനേക്കാൾ വലിയതാണ് സഹോദരന്റെ ഭാര്യ വ്യഭിചരിക്കൽ. 10 പെണ്ണിനെ വ്യഭിചരിക്കലിനേക്കാൾ അപകടമാണ് അയൽവാസി പെണ്ണിനെ വ്യഭിചരിക്കലും എന്ന ഹദീസുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ പറയാൻ വിചാരിച്ചിട്ടുണ്ട്. അയൽവാസികൾ പറയാൻ വിചാരിച്ചിരുന്നു, പറഞ്ഞിട്ടില്ലേ? ക്ലാസ് പറഞ്ഞിരുന്നു എങ്കിൽ 10 പെണ്ണിനെ വ്യഭിചരിക്കലിനേക്കാൾ മോശമാണ് ഒരാൾ അയൽവാസി പെണ്ണിനെ വ്യഭിചരിക്കൽ. എന്നാൽ ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ അല്ലെങ്കിൽ എളാപ്പാന്റെ ഭാര്യയെയോ ഇങ്ങനെ വ്യഭിചരിക്കുക, അല്ലെങ്കിൽ അമ്മോന്റെ ഭാര്യയെ വ്യഭിചരിക്കുക, ഇത് അഅ്ളമു മിനസ്സിനാ ബിഹലീലത്തി ജാരിഹി, സ്വന്തം അയൽവാസി പെണ്ണിനെ വ്യഭിചരിക്കലിനേക്കാൾ അപകടമാണ്. ബലിൽ അംറു അഫ്ളഉ മിൻ ദാലിക, ഭയങ്കര അപകടമാണ്. അലാ കുല്ലി ഹാൽ എന്താണെങ്കിലും ലാ യജൂസു ലിൽ ഇൻസാനി മഹ്മാ കാനൽ അംറു, എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല, ലാ യജൂസു ലിൽ ഇൻസാനി മഹ്മാ കാനൽ അംറു, എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല, ലാ യജൂസു ലിൽ ഇൻസാനി. മനസ്സിലായില്ല? ഒരു കുട്ടി ആശുപത്രിയിലാണ്. അപ്പൊ ആശുപത്രിയിൽ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് നിൽക്കുക, പിന്നെ ഭർത്താവിന്റെ അനുജനും ഇവന്റെ ഭാര്യയും കൂടി വീട്ടിലുണ്ടാവുക. ഇതൊക്കെ മൗമാക്കാനൽ അംറു. അൻ എക്സാമ്പിൾ,
ഒരു ഉദാഹരണം ഞാൻ പറയും. ഇതൊക്കെ അല്ലെങ്കിൽ ഭാര്യയെ ആശുപത്രിയിൽ നോക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിന്റെ അനുജൻ നിൽക്കുക, അല്ലെങ്കിൽ പെങ്ങളെ മോൻ നിൽക്കുക, അങ്ങനെ ഇതൊക്കെ ഇതെല്ലാം ഉൾപ്പെടും. നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണേ, ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾ അറിയുള്ളൂ, അതുകൊണ്ട് പറയാണ്. ശ്രദ്ധിക്കണം, ഇന്ന് നാട്ടു നടപ്പായ വിഷയമാണ് ഈ പറയുന്നത്. ഇതെല്ലാം എന്ത് പ്രശ്നം ഉണ്ടായാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ പെണ്ണുങ്ങളെയും ഭാര്യയെയും ജേഷ്ഠാനുജന്മാരെയും ഒരു വീട്ടിൽ സ്വന്തം ജേഷ്ഠാനുജന്മാരെയും അവന്റെ ഭാര്യയെയും ഒരു വീട്ടിൽ തനിച്ചാക്കാൻ പാടില്ലാത്തതാണ്. ലൗകാന ലഹു ശരിക്ക് സൗദി ഔഖാഫിന്റെ ഫത്വ ലൗകാന ലഹു മിൻ ഔസഖിന്നാ ഏറ്റവും ദീനിയായ ഉറപ്പുള്ള ആളാണ് ഈ ജേഷ്ഠാനുജനെങ്കിൽ പോലും മിൻ ഔസഖിന്നാസി ഏറ്റവും സത്യം പുലർത്തണ മുത്തഖിയായ മനുഷ്യനാണ് എങ്കിൽ പോലും ഏറ്റവും നല്ല മനുഷ്യനാണ് എങ്കിൽ പോലും പാടില്ല. എന്തുകൊണ്ട്? രക്തം നടക്കുന്നിടത്ത് മുഴുവനും ശൈത്താൻ നടക്കുമെന്ന് മുഹമ്മദ് നബി. പ്രഗൽഭ സ്വഹാബിയാണ് വ്യഭിചരിച്ചു പോയത്. നഊദുബില്ലാഹ്. പ്രഗൽഭ സ്വഹാബി. അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായി, വ്യഭിചരിച്ചു. ഞങ്ങളോടന്നല്ലേ പറഞ്ഞത്? മാഇസ് റളിയല്ലാഹു അൻഹു പ്രഗൽഭ സ്വഹാബിയല്ലേ, എറിഞ്ഞു കൊന്നില്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ സാഹചര്യത്തിൽ എറിഞ്ഞു കൊന്നാൽ അതോടുകൂടെ ആ തെറ്റ് ഭൂമിയിൽ ഇല്ലാതെയാകുമെന്ന അഭിപ്രായമുണ്ട്. ഇന്നങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നില്ല. ഒരാൾ എറിഞ്ഞാൽ അത് ഏറുവാവില്ല. എന്തുകൊണ്ട്? ഇനി തൽക്കാലം പള്ളി കമ്മിറ്റി എറിഞ്ഞാൽ അത് ഏറാവില്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട, അതാവില്ല. എന്തുകൊണ്ട്? അത് സ്റ്റേറ്റിന്റെ നിയമമാണ്, അത് ഭരണകൂടത്തിന്റെ നിയമമാണ്, അത് പബ്ലിക് കയ്യിലെടുക്കാൻ പാടില്ലാത്തതാണ്. ശ്രദ്ധിക്കുക. ഭർത്താവിന്റെ ജേട്ടൻ, അനുജൻ, ഭാര്യ, പെണ്ണ് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക താനി ഹറാമാണ് ഇന്നത്തെ രീതി. അതേപോലെ തന്നെ സഹോദരന്റെ ഭാര്യയെ ഒരാൾ ഒറ്റക്ക് കാറിൽ കൊണ്ടുവരിക, സഹോദരന്റെ ഭാര്യയെ താനി ഹറാമാണ്, ഖൽവത്ത് ഹറാമാണ്. വിവാഹം ചെയ്യാൻ അനുവദനീയമായ പെണ്ണിനോടുകൂടെ ഒരു വാഹനത്തിൽ ഒരുമിച്ച് കൂടൽ, ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടൽ, ഒരു റൂമിൽ ഒരുമിച്ച് കൂടൽ ഹറാമാണ്. താനി ഹറാം. ഒരു നിർവാഹമില്ല. കാറിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ബസ്സിൽ കൊണ്ടുവരിക. ബസ്സും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട്? ബസ്സാവുമ്പോ മറ്റുള്ളവരൊന്നും സാധാരണയായി ശ്രദ്ധിക്കാത്ത വാഹനമാണ്. ഏത് തമ്മാടികൾക്കും യാത്ര ചെയ്യാൻ പറ്റിയ വാഹനമാണ് ബസ്. അത് കയറിയാ അവിടെ പോവും. അവരെവിടെ ഇറങ്ങി പോയി. രക്തം നടക്കുന്നിടത്തൊക്കെ പിശാച് സഞ്ചരിക്കും. ഇത് പറയണ്ടേ? ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾ കേൾക്കുള്ളൂ, അതുകൊണ്ട് പറയാം. നിങ്ങളിനോട് ക്ഷമിക്കണം. ജേട്ടന്റെയോ അനുജന്റെയോ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഭാര്യമാരെ ഒരാള് സ്വന്തം കാറിൽ കൊണ്ടുവന്നു, കൂടെ വേറുള്ള പെണ്ണുങ്ങളോ മറ്റു മെഹറമുകളോ ഇല്ല. അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരുണ്ട്, പക്ഷേ ഇവന് ഫാസിഖുദ്ദുനിയാ, ബമ്പനെപ്പോലത്തെ ഒരു ഫാസിഖാണ്. ബേക്കിലേക്ക് ഒന്ന് കൈയിട്ടാൽ മറ്റും അറിഞ്ഞാത്തൊരു പ്രശ്നമല്ല. അങ്ങനെയാണ്. ഉദാഹരണം പറയാം, ഞാൻ തുറന്നാൽ പറയാം. ഒക്കെ ഇനി പറയാല്ല, നിർവാഹം പറയാണ്, ഞാൻ ഒക്കെ പറയാം. ശ്രദ്ധിക്ക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്ക. അങ്ങനെയാണ്. അതെ, അല്ലെങ്കിൽ ഇന്ന് നടപ്പുള്ള ഏറ്റവും വലിയ കൊടിയ രീതി ഭർത്താവിന്റെ ഏട്ടന്റെയോ അല്ലെങ്കിൽ കൂടുതലും അനുജന്റെയോ കൂടെ വയറ്റത്തിങ്ങനെ പറ്റിപ്പിടിച്ചിട്ട് മോട്ടോർ സൈക്കിളിൽ പോവാ. കുഴപ്പമൊന്നുമില്ല, വേഗം എത്തിക്കിട്ടും നരകത്തിലേക്ക്. വേഗത്തും നേരം പോകില്ല, പെട്ടെന്നാണ് എത്തിക്കിട്ടും. വേഗത്തും താമസിക്കൂല. നല്ല ഹൈവേ പോക്കാണ് പോണെങ്കിൽ താമസിക്കൂല, വേഗമാണ് എത്തിക്കിട്ടും. ഭർത്താവിന്റെ ജേട്ടന്റെയോ അനുജന്റെയോ കൂടെ മോട്ടോർ സൈക്കിളിൽ പോവുക, പെണ്ണുങ്ങൾ പോകൽ തനി ഹറാമാണ്. ഇതൊന്നിവിടെ ഇല്ലായിരുന്നു, ഇതിവിടെ കൊണ്ടുവന്നു. പലർക്കും അതിലൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിവിടെ അടുത്ത കാലത്ത് വന്ന ചില സമ്പ്രദായങ്ങളാണ്. തനി ഹറാമാണ്.
അല്ലെങ്കിൽ ഇത് തനി ഹറാമാണ്. മോട്ടോർ സൈക്കിളിൽ പോവുക എന്നുള്ള വിഷയമല്ല ഇന്ന് പറയുന്നത്. ഇന്ന് പറഞ്ഞത് വേറെ വിഷയമാണ്. ഭർത്താവിന്റെ ജേട്ടന്റെയോ അഞ്ചന്റെയോ ഭർത്താവ് ഗൾഫിൽ മരിച്ചാൽ ഇവളുടെ അടുത്ത ഭർത്താവാണല്ലോ ഇവൻ. അങ്ങനെയാണല്ലോ സാധാരണ ഉണ്ടാവാറുള്ളത്. കുറച്ച് പൊടി ബാക്കിയുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെയാണല്ലോ രീതി. അപ്പോൾ ഇവളുടെ ഭർത്താവാൻ സാഹചര്യമുള്ള പുരുഷനാണിത്. ഇത് ഹറാമാണ്. ഇത് തനി ഹറാമാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് ഗൾഫാണ്. പറയാൻ നിൽക്കാൻ നിർവാഹമില്ല. നീർക്കുമിളകൾ പോലെ ചീട്ടുകൊട്ടാരങ്ങളായി കുറെ കെട്ടിടങ്ങൾ ഉണ്ടാകലല്ല ഇസ്ലാമിന്റെ സംസ്കാരം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് ഇന്ന് മലബാറിൽ പറയുന്നത് യത്തീംഖാനയാണ്. എന്തിന്? യത്തീംഖാനയാണോ ഇസ്ലാം മതം? പള്ളിയാണോ ഇസ്ലാം മതം? പള്ളി ഉണ്ടാക്കൽ കൂടിയാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവും എന്നല്ലേ ഹദീസ്? പള്ളി ഉണ്ടാക്കൽ നിർത്തിയാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവും എന്നല്ല, പള്ളി ഉണ്ടാക്കൽ കൂടിയാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവും എന്നാണ്. പള്ളി ഉണ്ടാക്കലൊക്കെ നിർത്തിയാലോ ഇനിയിപ്പോ ഖിയാമത്ത് നാൾ ഉണ്ടാക്കല്ലാതെ നിർവാഹമില്ലല്ലോ എന്ന് എഴുതി ഉണ്ടാക്കല്ല. മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. വലിയ വലിയ പള്ളി ഉണ്ടാക്കും അവരെന്നല്ലേ പറഞ്ഞത്. പള്ളി ഉണ്ടാക്കൽ കമ്മിയാകലല്ല ഖിയാമത്ത് നാൾ, പള്ളി ഉണ്ടാക്കൽ കൂടുതലാണ്. പള്ളി അല്ല ഇസ്ലാം മതം. അതൊരു ചിഹ്നാണ്. അവിടെ ദീൻ ഉണ്ടെങ്കിൽ ചിഹ്നാണ്, അല്ലെങ്കിൽ അത് തല്ലിന്റെ ചിഹ്നാണ്, അല്ലെങ്കിൽ അത് വഴക്കിന്റെയും ഗ്രൂപ്പ് വഴക്കിന്റെയും തല്ലിന്റെയും വക്കാണത്തിന്റെയും ചിഹ്നമാണ്, അല്ലെങ്കിൽ പോലീസ് നിരങ്ങുന്ന ചിഹ്നമാണ്. ദീനിന്റെ ചിഹ്നമാവാം, ദീനല്ലാത്തതിന്റെ ചിഹ്നമാവാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കാമീ പറയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പള്ളി നല്ലതാണ്. അവിടെ ഹിദായത്തുണ്ടെങ്കിൽ എന്നാൽ അന്ത്യനാളിലെ ധാരാളം പള്ളി. വഹിയ ഖറാബുൻ അനിൽ ഹുദാ. എന്റെ ഇസ്ലാമിന്റെ ചിഹ്നം എന്നാൽ അമ്പരചുംബികളായ മിനാരങ്ങളല്ല. ഇസ്ലാമിന്റെ ചിഹ്നം എന്ന് പറയുന്നത് കുറെ കോളേജുകളോ അറബിക് കോളേജുകളോ അതൊക്കെ മനുഷ്യന്മാര് ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഏത് ശരിയാറ്റ് കോളേജ് ഏത് ഫാസിക്കിനും ഉണ്ടാക്കാവുന്നതാണ്. ഏത് ഫാസിക്കിനും ഉണ്ടാക്കാം. ഒരു ഫാസിക്കായ ഒരാൾക്ക് ശരിയാറ്റ് കോളേജ് ഉണ്ടാക്കാവുന്നതാണ്. അതൊക്കെ എപ്പോഴും ഉണ്ടാകാവുന്ന അന്നൊരു വിഷയമല്ല. അതൊന്നുമല്ല ദീൻ. അതൊക്കെ ദീനുമാണ്. എന്നാൽ എപ്പോൾ ദീനാണ്? ആ ശരീഅത്തനുസരിച്ച് ആ ജനത ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ദീനാണ്, ഇല്ലെങ്കിൽ അതെന്ത് ദീന? വളരെ ചിന്തിക്കണം. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ മിനിഞ്ഞാന്ന് പ്രസംഗിച്ചു. കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദേശ മദ്യം ഒഴുകുന്നത്. ഏതാണ് ഈ മലപ്പുറം ജില്ല? ഏറ്റവും കൂടുതൽ മദ്രസകളുള്ള ജില്ലയാണത്. ഏറ്റവും കൂടുതൽ മദ്രസകളുള്ള ജില്ലയാണ്. ഉലമാക്കളുടെ ആസ്ഥാനമാണത്. അതിന്റെ ഒക്കെ വലുപ്പത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. വഹിയ ഖറാബുൻ അനിൽ ഹുദാ. ആ ശരീഅത്തനുസരിച്ച് സംസ്കാരം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ചിഹ്നങ്ങളിൽ എന്തർത്ഥമാണുള്ളത്? ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ജേട്ടന്റെയോ അനുജന്റെയോ കൂടെ പെണ്ണുങ്ങളെ ഗൾഫിലേക്ക് കയറ്റിവിടുക, അല്ലെങ്കിൽ അത്യാവശ്യം 5 വക്ത് നിസ്കരിക്കുന്ന നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അയൽവാസിയായ ചെക്കന്റെ കൂടെ പെണ്ണിനെ മരുമോളെ ഗൾഫിലേക്ക് കയറ്റിവിടുക. എന്നിട്ട് ഇവിടെയും ഓക്കെ ആക്കുക, അവിടെയും ഓക്കെ ആക്കുക, ഇവിടെ ഓക്കെ ആക്കുക, അവിടെയും ഓക്കെ ആക്കുക. ഇവിടെ എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിയുന്നവരെ വാപ്പ ഇവിടെ ഓക്കെ ആക്കുക, അവിടെ നേരെ ഫ്രണ്ട് ഡോറിൽ നിന്ന് വന്നിട്ട് മോനും ഒക്കെ ആക്കുക, പിന്നെ അതിൻ്റെ ഇടക്കാര ഒക്കെ ആക്കുക. ഇത് ഹറാമാണ്. ഷാർജയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് യന്ത്രത്തകരാറ് മൂലം എവിടെയെങ്കിലും ഒന്നിരിക്കൽ കൽക്കത്തയിൽ ഇറക്കാവുന്നതാണ്. അങ്ങനെയാണ്. പാസ്പോർട്ടിൽ കാണിക്കുക, യാത്രാരേഖയിൽ കാണിക്കുക, ഒന്നിരിക്കൽ ഭാര്യ ഭർത്താവ് എന്നായിരിക്കും. ഇവർക്ക് കൂടെ റൂം ലഭിക്കാവുന്നതാണ്. ലഭിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ആവുന്നതാണ്. അല്ലെങ്കിൽ ബോംബെയിൽ ഇറങ്ങാവുന്നതാണ്. എല്ലാ വാതിലുകളെയും ബഹുമാനപ്പെട്ട ശറഅ് എതിർത്തിരിക്കുന്നു. നിനക്ക് നിന്റെ ഭാര്യയെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ നീ തന്നെ വരേണ്ടതാണ്.
അല്ലെങ്കിൽ അവളെ ബാപ്പാനെ കൂട്ടയക്കണം, അല്ലെങ്കിൽ നിന്റെ ബാപ്പയാവേണ്ടതാണ്. അല്ലാത്ത രീതി ഹറാമാണ്, അല്ലാത്ത രീതി ഹറാമാണ്. ഭർത്താവിന്റെ ജേട്ടന്റെയോ അനുജന്റെയോ കൂടെ ഒരു പെണ്ണ് യാത്ര ചെയ്യുന്നത് ഹറാമാണ്. മഹുമാക്കാനലംറു, എത്ര നിർഭയമായ സാഹചര്യമുണ്ടെങ്കിൽ പോലും, വലൗകാനമിൻ അസ്തഖിന്നാസി വഅബറിന്നാസി വഅത്ഖന്നാസി, എത്ര നല്ല മനുഷ്യനാണെങ്കിൽ പോലും ഈ കൊണ്ടുപോകുന്ന ആൾ ഹറാമാണ്. എങ്ങനെയാണെങ്കിൽ ഹറാമാണ്. അങ്ങനെയാണെങ്കിൽ ഹറാമ കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പൊ ഇത് പറയുന്നത്, ഉണ്ടാവുമല്ലോ. ഇതില്ലാത്ത വീട് ഉണ്ടാവില്ല. എന്താ ചെയ്യണത്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ റബ്ബേ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം. എന്താണെങ്കിലും ഹറാമാണ്, ഹറാമാണ്, തനി ഹറാമാണ്. അല്ലെങ്കിൽ ഭർത്താവിന്റെ അനുജന്മാര് ഒരു പെണ്ണിന് തുണക്ക് വേണ്ടി ഒരു വീട്ടിലേക്ക് വരിക ഹറാമാണ്. ഈ തുണക്ക് വരുന്ന കുട്ടി, രാത്രിയിൽ തുണക്ക് വരുന്ന കുട്ടി, പെണ്ണിന് പേടിയാണ്, അവൾ ഒറ്റക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഭർത്താവിന് അനുജൻ, ചെക്കൻ സ്കൂളിൽ പോകുന്ന ചെക്കൻ ഇവിടെ വന്ന് രാത്രി കിടക്കും. ഹറാമാണ്, അത് ഹറാമാണ്, അത് ഹറാമാണ്. പെണ്ണുങ്ങളുടെ കൂടെ നിർത്താവുന്ന കുട്ടികൾ പെണ്ണുങ്ങളുടെ ഔറത്തിനെ കുറിച്ച് അറിയാത്ത കുട്ടികളെ നിർത്താവുന്നതാണ്. ഇന്നത്തെ 10 വയസ്സായ കുട്ടികൾ വരെ ബ്ലൂ ഫിലിം കൊണ്ട് പന്താടുകയാണ്. പറ്റൂല, നടക്കൂല. 4 വയസ്സായ കുട്ടിയെ നിർത്താം, അത് നിർത്തിയിട്ട് അതും കൂടി ഒരു ശല്യം എന്നല്ലാത്തൊരു നേട്ടം അതില് ഇല്ല. നിങ്ങൾ പറയേ, പഴയ കാലത്തും ഈ കാലത്തും ഈ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. പെണ്ണുങ്ങളുടെ ഗോപ്യാവയവങ്ങളെ കുറിച്ച് ബോധമില്ലാത്ത കുട്ടികളെ പെണ്ണുങ്ങളെ കൂടെ നിർത്താവുന്നതാണ്. ഇന്ന് പേരാണ് ആ കുട്ടി. ഇന്ന് കുട്ടികളെ കയ്യിൽ മുഴുവനും മോർഫിംഗ് നടത്തുന്ന മൊബൈലാണ്. മൊബൈല് ടീച്ചറെ വരെ ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു ബ്ലൂ ഫിലിമിന്റെ ആക്ട്രസിന്റെ ഉടല് നേരെ ടീച്ചർക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ ഉണ്ടല്ലോ, പിടിച്ചല്ലോ, ഇവിടെ പിടിച്ചിട്ടുണ്ടല്ലോ. കോഴിക്കോട് ജില്ലയിൽ പിടിച്ചിട്ടുണ്ടല്ലോ പോലീസ്. കോഴിക്കോട് ജില്ലയിൽ പോലീസ് പിടിച്ച സംഭവമാണ്. ടീച്ചറെ മൊബൈൽ ഫോൺ ക്യാമറ 10 വയസ്സായ കുട്ടി. ഇന്നത്തെ 10 വയസ്സായ കുട്ടികളിൽ ഗണ്യമായ ശതമാനം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ സുഗതകുമാരിയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേ, കേരളത്തിലെ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ 30% വിദ്യാർത്ഥികൾ ബ്ലൂ ഫിലിം കാണുന്നവരാണ്. അതിലേറിയ പങ്കു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മലബാറിലാണ്. മലബാറിൽ ഏറ്റവും കൂടുതൽ ബ്ലൂ ഫിലിമുള്ള ജില്ല കോഴിക്കോട് ജില്ല ആയിരിക്കും എന്നാണ് ഒരു കണക്ക്. ഏറ്റവും കൂടുതൽ ബ്ലൂ ഫിലിം ഒഴുകുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. ആ നിലക്കെങ്കിലും നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയത് വലിയൊരു നേട്ടമാണ്. മലബാറിൽ ഏറ്റവും കൂടുതൽ തന്നെയാണ്. പറയല്ലാതെ നിർവാഹമില്ല, പറയല്ലാതെ. ഈ ജാതി 10 വയസ്സായ കുട്ടിയെ ബ്ലൂ ഫിലിം വാങ്ങുന്ന കാണുന്ന ഒരു കുട്ടിയെ മൂത്തച്ഛന്റെ കൂടെ നിർത്തിയാൽ പിന്നുള്ള സാഹചര്യം എന്താ? കുട്ടികളെ നിർത്താം. അതേതാ കുട്ടി? പെണ്ണുങ്ങളുടെ ഔറത്തിനെ കുറിച്ച് ബോധമില്ലാത്ത കുട്ടികൾ. നമ്മളെ 10 വയസ്സിലൊന്നും ബോധമില്ലായിരുന്നു. 8 വയസ്സ് 10 വയസ്സിനും ബോധമില്ല. അങ്ങനെ സ്ത്രീ പുരുഷ ബന്ധത്തിനെ പറ്റി ഒരു ബോധമില്ല. എന്നോടിപ്പോ ഈ അടുത്ത ദിവസം ഒരാൾ പറഞ്ഞു 10 മിനിറ്റൊക്കെ ബ്ലൂ ഫിലിം കാണാവുന്ന മൊബൈലുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. എനിക്ക് വലിയ അത്ഭുതം. മൊബൈലിൽ ബ്ലൂ ഫിലിം കാണാൻ എനിക്ക് അത്ഭുതമായി. അങ്ങനെ ഞാൻ ഇവിടെ പൂവാട്ടുപറമ്പിൽ പ്രസംഗിച്ചു. ഇവിടെ ഈ പൂവാട്ടുപറമ്പിൽ പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു 10 മിനിറ്റൊക്കെ ബ്ലൂ ഫിലിം കാണാവുന്ന മൊബൈൽ ഉണ്ട് അത്രയൻ. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു 3 മണിക്കൂർ കാണാവുന്ന മൊബൈലുണ്ട്. ഇത് അന്നത്തെ സാഹചര്യം. ഇതാരാ ഉപയോഗിക്കുന്നത്? സ്കൂൾ വിദ്യാർത്ഥികൾ. ഈ കുട്ടികളെ പെണ്ണുങ്ങളെ കൂട്ടത്തിലേക്ക് വിട്ട എന്താവും അവസ്ഥ? ഞാൻ പറയുന്നുണ്ടോ? നിങ്ങൾക്ക് ആ 2 വാക്കിന്റെ അർത്ഥം അറിയും, ഞാൻ വിശദീകരിക്കണില്ല. ഈ ജാതി 10 വയസ്സുകാരായ പിള്ളേരെ പോലും പെണ്ണുങ്ങളെ വീട്ടിലേക്ക് വിട്ടാൽ, പെണ്ണുങ്ങള് താമസിക്കുന്നിടത്തേക്ക് വിട്ടാൽ, 2 വർഷമായി ഭർത്താവ് നാട്ടിൽ വരാത്ത പെണ്ണിനെയും ഇങ്ങനെയുള്ള കുട്ടികളെയും ഒരു വീട്ടിൽ താമസിച്ചാൽ, റൂമിൽ താമസിച്ചാൽ, ഇടപഴകാനുള്ള സാഹചര്യം ഉണ്ടായാൽ ഞാനല്ലേ ഇത് പറയേണ്ടത്? പറയേണ്ടി വന്നുകൊണ്ട് പറയാൻ ക്ഷമിക്കണം. പറഞ്ഞാലല്ലേ നിങ്ങൾ അറിയുള്ളൂ.
അന്ത്യാവയത്തെക്കുറിച്ച് ബോധമില്ലാത്ത കുട്ടികൾ എന്നാ പറഞ്ഞത്. ആ കുട്ടികൾ ഇന്ന് 4-5 വയസ്സുള്ള കുട്ടികളാണ്. അതിന്റെ പരിധി വിട്ടാൽ പിന്നെ പ്രശ്നമാണ്. 5-7 വയസ്സായ കുട്ടികൾ, 7 വയസ്സായ കുട്ടികൾക്കൊക്കെ എല്ലാ ആക്ടേഴ്സിനെയും കറക്റ്റ് ചെയ്തറിയും. ഇല്ലേ 7 വയസ്സായ കുട്ടികൾക്കൊക്കെ അറിയാം. എല്ലാ ആക്ടേഴ്സിനെയും അറിയും, എല്ലാവരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇത് മുഴുവനും പ്രശ്നമാണ് നമ്മുടെ സാമൂഹിക ക്രമത്തിൽ. അടുത്ത കാലഘട്ടമായി ഇതൊക്കെ വന്നുപോയതാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടുമര്യാദ. ഇടപഴകുന്നിടത്ത് ശ്രദ്ധിക്കുന്നത് പോലെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇടപഴകുന്നിടത്ത് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. യാ നിസാ അന്നബിയ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇനിത്തഖൈതുന്ന ഫലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫ. സൂറത്തുൽ അഹ്സാബിന്റെ 32-ാമത്തെ വചനം. ശ്രദ്ധിക്കുക. ഉടനെ ശ്രദ്ധിക്കുക. ഗൗരവമുള്ള വിഷയം പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഉണർത്തി എളാപ്പ മൂത്താപ്പന്മാരിലെ പെങ്ങന്മാര് എന്ന് പറയുന്ന രീതി, ആ നിലക്കൊരു സഹവാസം എന്ന സമൂഹത്തിലുണ്ടല്ലോ, ഹറാമാണ്. മനസ്സിലായില്ല? എളാപ്പാന്റെ മോള് പെങ്ങൾ എന്ന് പറയുന്നത് ആലങ്കാരികമാണ്. സത്യത്തിൽ അത് പെങ്ങൾ അല്ല. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പറഞ്ഞത്? എളാപ്പാന്റെ മോളെ നമ്മൾ പെങ്ങൾ എന്ന് പറയും, മൂത്താപ്പാന്റെ മോളെ പെങ്ങൾ എന്ന് പറയും. അതൊക്കെ ആലങ്കാരികമാണ്, പെങ്ങളല്ല. വിവാഹബന്ധം ജായിസായതല്ലേ? ശ്രദ്ധിക്കണം. അത് ആലങ്കാരിക പ്രയോഗം. അത്തരം ആളുകളെ കൂട്ടി പോവാ, റൂമിലിരിക്കാതെ ഒക്കെ ഹറാമാണ്. ശ്രദ്ധിക്കണം. അതൊക്കെ ആലങ്കാരിക പ്രയോഗമാണ്. ഒന്നും വിചാരിക്കരുത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹറാമായതല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ. മുസ്ലിം എന്നോട് ചോദിച്ചിട്ട് കാര്യമല്ല. ഇങ്ങനെയാണ് നിയമം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങൾക്ക് പരിശോധിക്കാൻ കിതാബടക്കം വളരെ രേഖ, ഖുർആൻ, ആയത്ത്, ഹദീസൊക്കെ വിശദീകരിച്ചു. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ നിസാ അന്നബിയ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇനിത്തഖൈതുന്ന ഫലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വഖുൽന ഖൗലൻ മഅറൂഫ. വളരെ ചിന്തിക്കണം. ഇത് പ്രവാചക പത്നിമാരോട് കൽപ്പിച്ചതായിരിക്കുന്നു. എന്നാൽ എല്ലാ മുസ്ലിം പെണ്ണുങ്ങൾക്കും ബാധകമാണ്. ഇടപഴക്കം പോലെയാണ് സംസാരത്തെ കൈമാറുക എന്നുള്ളതും. ഇത് വളരെ പ്രശ്നമുള്ള കാര്യം. ഇടപഴക്കം പോലെയാണ് കാണൽ, ഇടപഴകൽ. അതുപോലെ തന്നെയാണ് സംസാരം. ഇത് അല്ലാഹുവിൽ നിന്ന് അദബുൻ അമറല്ലാഹു ബിഹാ നിസാ അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ഭാര്യമാരെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. വനിസാഉൽ ഉമ്മത്തി തബഉൽ ലൗന. എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് ബാധകവുമാണ്. എല്ലാവർക്കും, ഏത് മുസ്ലിം പെണ്ണിനും ഇത് ബാധകം. എന്താ? ഇനിത്തഖൈതുൻ, സ്ത്രീകളെ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നുവെങ്കിൽ ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, ആരുമായി അന്യരുമായി സംസാരിക്കുന്ന നേരത്ത് നിങ്ങൾ സൗമ്യത കാണിക്കാൻ പാടില്ലാത്തതാണ്. ഫലാ യഖ്ലഅന ബിൽ ഖൗലി, നിങ്ങൾ ആ അന്യ ആണുങ്ങളുമായി സംസാരിക്കുമ്പോൾ സംസാരിക്കേണ്ടി വരും. പക്ഷേ ശ്രദ്ധിക്കണേ, വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ഫലാ യഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ സംസാരത്തിൽ ഒരിക്കലും സൗമ്യത കാണിക്കരുത്. കാണിച്ചാലോ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് ഇതുവഴി മോഹം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ വഖുൽന ഖൗലൻ മഅറൂഫ, കടിച്ചു വർക്ക് സംസാരിക്കൊന്നും വേണ്ട. നല്ല വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ വിഷയം കിട്ട് കിട്ടിയേക്കുക. ശ്രദ്ധിക്കുക. ഇവിടെ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, സംസാരത്തിൽ അന്യരുമായി സംസാരിക്കണ നേരത്ത് ഒരിക്കലും പെണ്ണ് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല. കൊഞ്ചിക്കുഴയിൽ പോയിട്ട് അങ്ങനെ ഒരു ചില സംസാരമുണ്ട്. ചില പെണ്ണുങ്ങളെ സംസാരം തന്നെയും ഒരു തരം ലുതുഫ് ആ സംസാരത്തിലുണ്ട്. ഒരു തരം എന്താ പറയാ, വിനയെന്ന് പറഞ്ഞാ പോരാ ബാവാ. അത് വിനയല്ല. വിനയെന്നൊന്നും പറഞ്ഞാൽ അവിടെ ഫിറ്റാവൂല. വിനയൊന്നും അല്ല പറയേണ്ടത്. ഒരു തരം കേൾക്കാനുള്ള ഒരു എന്താ പറയാ ആഗ്രഹം. കൊഞ്ചിക്കുഴയെന്നൊക്കെ വേറെ പരിപാടി. ഇത് സംസാരം.
സംസാരം തന്നെ അതൊക്കെ ഇതിൽ വരും. ഈ കൊഞ്ചു കോയിലൊക്കെ ഖുർആൻ അഹ്സാബിന്റെ 32-ാമത്തെ വചനം. യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ തഖയതുന്ന ഫലാ തഖ്ലഅന ബിൽ ഖൗൽ. നിങ്ങൾ അല്ലാഹനെ പേടിക്കുന്നവരാണ് എങ്കിൽ ഒരിക്കലും സംസാരത്തിൽ നിങ്ങൾ ഒരിക്കലും സൗമ്യത കാണിക്കരുത്. ഒരുതരം വിധേയത്വത്തിന്റെ സംസാരം, വിനയൊക്കെ വരും, വിധേയത്വം വിനയം, ഒരുതരം ആകർഷണീയത, ഇതെല്ലാമുള്ള രൂപത്തിൽ നിങ്ങൾ അന്യരുമായി സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാലോ ഞരമ്പ് രോഗികൾ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകളുണ്ട്, അവർക്ക് മോഹം ഉദിക്കാൻ സാധ്യതയുണ്ട്. ഖുർആൻ സൂറത്തുൽ അഹ്സാബ് 32-ാമത്തെ വചനം. ശ്രദ്ധിക്കുക. ഇതെന്ന് പറയുമ്പോ ഈ രീതിക്ക് ഒരു പുതിയ മാനം വന്നിട്ടുണ്ട്. എന്ത്? ഫോണ്. വളരെ ചിന്തിക്കണം. ഫോൺ സംസാരം, മൊബൈലിനെ പറ്റി പറയുകയേ വേണ്ട. പെണ്ണിന്റെ കയ്യിൽ മൊബൈൽ പിടിക്കുന്നത് വളരെ അപകടകരമാണ്. പെണ്ണ് മൊബൈൽ ഉപയോഗിക്കേണ്ട അപകടം വളരെ വളരെ പ്രശ്നമാണ്. എല്ലാവിധ വേശ്യാവൃത്തിയും ഇന്ന് നാട്ടിൽ നടക്കുന്നതിന്റെ മാധ്യമം മൊബൈലാണ്. ഇത്ര മനുഷ്യനെ നശിപ്പിച്ച ഒരു ഉപകരണം വേറല്ല. ഭയങ്കര നാശം, വല്ലാത്ത നാശം. ഏതാൾക്കും എവിടെയും ഒരു ടെലിഫോൺ ബൂത്തില് പറയുകയാണെങ്കിൽ ആ ബൂത്തിലിരിക്കുന്ന ആളെങ്കിലും ഒന്ന് കേൾക്കും, അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞാൽ എന്താ ഇവൾ ആളോടാ സംസാരിച്ച നമ്പർ ശ്രദ്ധിക്കും. നേരെ മറിച്ച് ഇവർ മാത്രം അറിയും. ഏത് കക്കൂസിൽ കയറിയിട്ട് സംസാരിക്കും. ഒരാള് തൽക്കാലം പുറത്തേക്കൊന്ന് ചെവി വെച്ചാലും പോലും കേൾക്കില്ല. വെള്ളം തുറന്നിട്ടാൽ മതി, ഒരു പ്രശ്നമല്ല, ആരും കേൾക്കില്ല. പറയാം, ഇത് എത്രയും വൃത്തികെട്ട ഒരു മൊബൈൽ ഫോൺ. പെണ്ണിന് മൊബൈൽ ഫോൺ കൊടുത്തത് വലിയ അപകടം. ഒന്നാമത്തെ, പെണ്ണ് ബുദ്ധിയില്ലാത്തത്. പെണ്ണ് ബുദ്ധിയില്ലാത്ത, വളരെ ചിന്തിക്കും. പെണ്ണ് ബുദ്ധിയില്ലാത്ത മനുഷ്യനാ. ഇന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല. പെണ്ണ് ബുദ്ധിയില്ലാത്തത് എന്ന് പറഞ്ഞിട്ട് ഇന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല. എന്തുകൊണ്ട്? സ്വഹീഹുൽ ബുഖാരി. പെണ്ണിന് ബുദ്ധി കുറവാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ബുഖാരിയിൽ ഹദീസുണ്ട്. ഇന്റെ തലയൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. എന്നോട് കോഴിക്കോട്ട് നിന്ന് ആരോ മുമ്പ് കത്തെഴുതി, പെണ്ണ് ബുദ്ധി കുറവാണെന്ന് നിങ്ങൾ പെണ്ണുങ്ങൾ അവഹേളിക്കാണ്. ഞാൻ അവഹേളിക്കാം? ഹദീസുള്ളതല്ലേ, ബുഖാരി എടുത്ത് നോക്ക്. സ്വഹീഹുൽ ബുഖാരി. പെണ്ണിന് അക്കലിൽ പെണ്ണിന് ബുദ്ധി കുറവാന്ന് സ്വഹീഹുൽ ബുഖാരി. ഖാല റസൂലുള്ളാഹി. നമ്മളെ വീട്ടിലൊരു പക്ഷേ നമ്മളെ പെണ്ണിന്, നമ്മളെ ഭാര്യക്ക് നമ്മളെക്കാൾ ബുദ്ധി ഉണ്ടാകാം. ഇത് കണ്ടിട്ട് നമ്മൾ ഈ ഹദീസ് അളക്കരുത് ചില ആളുകൾ. അതുകൊണ്ടാണ് അവർ എനിക്കെതിരെ കത്തെഴുതിയത്. ഈ ഹദീസ് കണ്ടിട്ട് സ്വന്തം വീട്ടിൽ പോയി നോക്കിയാൽ ഭാര്യക്ക് നമ്മളെക്കാൾ ബുദ്ധിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഹദീസ് ദഈഫാണെന്നോ മുഹമ്മദ് നബിക്ക് തെറ്റിയൊന്നല്ല അതിന്റെ അർത്ഥം. നിനക്കൊരു ശരാശരി മനുഷ്യന്റെ ബുദ്ധി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് അർത്ഥം. അങ്ങനെയാണ്. അല്ലാതെ നിന്റെ ഭാര്യക്ക് നിന്നെക്കാൾ ബുദ്ധി ഉണ്ടായപ്പോ പെണ്ണിനിപ്പോ ബുദ്ധി കൂടിയിട്ടുണ്ടെന്നല്ല മനസ്സിലാക്കേണ്ടത്. നിനക്കൊരു ശരാശരി മനുഷ്യന്റെ ബുദ്ധി ഇല്ല, നീ പറ്റ പോക്കാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പെണ്ണിന് ബുദ്ധി കുറവാണ് സ്വഹീഹുൽ ബുഖാരി. ഹബീബായ നബി. മൊബൈൽ ഫോണിന് പറയണ്ട. പെണ്ണിന് മൊബൈൽ ഫോണൊക്കെ കൊടുത്തവർ നരകം കൊടുത്തിരിക്കുകയാണ്. ഒരു നിർവാഹമല്ല. ലാൻഡ് ഫോണിൽ ഇപ്പോൾ ഇഷ്ടം പോലെ വെച്ചുകൊണ്ട് നടക്കല്ലേ. എല്ലാവരും പ്രൈവറ്റ് കമ്പനികൾ, സർക്കാർ ഓടി നടക്കല്ലേ. എന്തിനായി മൊബൈൽ ഫോൺ? അത് സത്യത്തിൽ നരകം കൊടുത്തിരിക്കാണ്. ഭർത്താവിനും ഭാര്യക്കും അതുവഴി നരകമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഓർക്കാമി എന്താ കാമി പറയാൻ വിഷമം. അള്ളാഹു തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കുക, വളരെ ചിന്തിക്കണം. ഇതുപോലെ മറ്റു സംസാരം. ഒരു പെണ്ണിന് ഫോൺ വന്നാൽ ഒന്നോ രണ്ടോ വാക്കുകൊണ്ട് ശ്രദ്ധിക്കുക. കുറച്ചു നേരം കൂടെ ഒന്നോ രണ്ടോ വാക്കുകൊണ്ട് അവൾ അവസാനിപ്പിക്കേണ്ടതാണ്. പെട്ടെന്ന് ആ വിഷയം അവസാനിപ്പിക്കും. അതാണ് ഫലാ യഖ്ലഅനാ ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വഖുൽനാ ഖൗലൻ മഅറൂഫാ. സൗമ്യതയുള്ള ഒരു വാക്ക് പോലും അവൾ പറയാൻ പാടില്ല. ഒരു സൗമ്യതയുള്ള വാക്ക് പോലും പറയാൻ പാടില്ല.
പിന്നെ എന്തുകൊണ്ട് ഇവിടെ പറയേണ്ട ഒരു വലിയ വിഷയം, ഈ കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിലുണ്ട് ഒരാൾ ഇരിക്കണം, ആരോ ആകട്ടെ, എനിക്ക് അയാൾ ആരാന്നറിയേണ്ട ആവശ്യം. അവരോട് ഈ ഹലോ ഇഷ്ടഗാനം എന്നൊരു പരിപാടി, ഞാൻ എക്സാമ്പിൾ, വേറെ പേരുണ്ട്, ഇല്ലേ ഇല്ല ഇല്ല, ഒന്ന് സഹകരിക്കും മനുഷ്യന്മാരല്ലേ, ഒക്കെ ഹറാം, തനി ഹറാം. ഹലോ ഇഷ്ടഗാനം പരിപാടിയിൽ പങ്കെടുക്കുന്ന പെണ്ണുങ്ങളൊക്കെ ചെയ്ത് തനി ഹറാമാണ്. എന്തുകൊണ്ട്? നസ്സുൽ ഖുർആൻ. ഇത് നസ്സുൽ ഖുർആൻ, ഇത് പണ്ഡിതന്മാർ കണ്ടുപിടിച്ചതല്ല. ചില വിഷയങ്ങൾ പണ്ഡിതന്മാർ കണ്ടുപിടിക്കും, ഇതങ്ങനെയല്ല. ഇത് ഫലാ യഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറം. ഇത്തരം ആലോചിഷ്ടഗാനങ്ങളെല്ലാം തനി സെക്സ് ആകുന്നു. തനി സെക്സ് തന്നെ. അവർക്ക് തന്നെ ഒരു ഏർപ്പാടുണ്ട്, ആണുങ്ങൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൊണ്ട്, പെണ്ണുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് വീട്ടിലാളില്ലാത്ത മലബാറിലെ പെണ്ണുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിൽ അങ്ങനെ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അവർക്കതൊക്കെ ആകാവുന്നതാണ്, അവർക്കാവുന്ന സംസ്കാരത്തിലൊക്കെ ഉണ്ടാകാവുന്നതാണ്. എന്നാൽ ഫലാ തഖ്ലഉ ബിൽ ഖൗൽ ഫലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറൽ. നശിപ്പിക്കാൻ വേണ്ടിയിരിക്കുക. അതേപോലെ തന്നെ പെണ്ണുങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന ചാനലുകാർ, ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മലബാറിലുണ്ടായ ചില രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ച് കോഴിക്കോട്ടെ ഒരു സംഘം പെണ്ണുങ്ങളെ ഇരുത്തിയിട്ട് ഒരാൾ ഇന്റർവ്യൂ ചെയ്തത് കണ്ടത് എന്നോട് പറയുകയുണ്ടായി. എന്തിനാ ഈ പെണ്ണുങ്ങൾ ഇന്റർവ്യൂ ചെയ്തത്? മുസ്ലിം പെണ്ണുങ്ങളെ എന്തിന് മുസ്ലിം പെണ്ണുങ്ങളെ രംഗപ്രവേശം ചെയ്യണം?